എന്ന് പറഞ്ഞാൽ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, സത്യം ഞാൻ മാത്രമേ ഉള്ളൂ, ജീവൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ക്ലെയിം. എക്സ്ക്ലൂസീവ് ക്ലെയിം. സന്തോഷമാണോ? എന്തേ ഓക്കെ, ഭക്ഷണം കഴിച്ചോ? ഓക്കെ, അപ്പം അങ്ങനെ പറയണ്ട. ലോകത്തെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ പറയണ്ട. നമുക്ക് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിലേക്ക് വരാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. ഹീബ്രൂസ് 4:12. ഹെബ്രായർ 4:12. എൻ്റെ ജീവിതത്തെ വഴിതിരിച്ചു വിട്ട വചനങ്ങളിലൊന്നാണിത്. ദൈവവചന ശുശ്രൂഷയിലേക്ക് മുഴുവൻ സമയവും ജീവിതം മാറ്റിവെക്കാൻ എന്നെ സഹായിച്ച, ഒരുപക്ഷെ എന്നെ വെല്ലുവിളിച്ച, എന്നെ കുത്തി നോവിച്ച വചനങ്ങളിലൊന്നാണിത്. ഹെബ്രായർ 4:12 വായിക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുമന വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഒരിക്കൽ കൂടെ വായിക്കാം. ഹെബ്രായർ 4:12-13. ഈ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. The word of God is living and active, sharper than any two-edged sword, piercing until it divides soul from spirit, joints from marrow. It is able to judge the thoughts and the intentions of the heart. അപ്പോൾ ലിവിങ് ആൻഡ് ആക്റ്റീവ് പറഞ്ഞേ. ലിവിങ് ആൻഡ് ആക്റ്റീവ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. പറയാമോ? ലിവിങ് ആൻഡ് ആക്റ്റീവ് പറഞ്ഞേ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ലിവിങ് ആൻഡ് ആക്റ്റീവ്. അപ്പോൾ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും. സജീവം എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. ഊർജ്ജസ്വലം. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഊർജ്ജസ്വലം എനർജറ്റിക് അല്ല, പ്രവർത്തന നിരതം എന്നാണ്. പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം. എനർജറ്റിക് എന്നല്ല, പ്രവർത്തിക്കുന്നതാണ്. ഇറ്റ് വിൽ വർക്ക്, അതാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. ലിവിങ് ആൻഡ് ആക്റ്റീവ്. ആക്റ്റീവ് മീൻസ് ഇറ്റ് വിൽ വർക്ക്, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത് പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനമാണ്. അത് സജീവമാണ്, ജീവനുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്. യെശയ്യ പ്രവചനം 55, ഐസയ്യ 55, യെശയ്യ 55 10 മുതലുള്ള വാക്യങ്ങൾ. ഐസയ്യ 55:10 onwards വായിക്കാമോ? മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് തിരികെ മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. അടുത്ത വാക്യം ഇംഗ്ലീഷിൽ 55:11 അടുത്തത്. ഓക്കെ. സോ ഷാൽ മൈ വേർഡ് ബി ദറ്റ് ഗോസ് ഫ്രം മൈ മൗത്ത്, ഇറ്റ് ഷാൽ നോട്ട് റിട്ടേൺ ടു me empty, it shall accomplish what? That which I purpose and succeed in the thing for which I send it. അപ്പോൾ അതാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന്. മഴയും മഞ്ഞും എവിടെ നിന്ന് വരുന്നു? ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ എന്ന് പറഞ്ഞാൽ വന്നിട്ട് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാതെ
എന്ത് ചെയ്യുന്നു? അതിനൊരു പേർപ്പസ് ഉണ്ട്. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വന്നിട്ട് എല്ലാവരും കാണാൻ വരുന്നതല്ല, അല്ലേ? മാവേലി വരുന്ന പോലെ വരുന്നതല്ല. പിന്നെ എന്തിനു വരുന്നതാണ്? ഭൂമിയെ നനയ്ക്കുന്നു. പിന്നെ അപ്പോൾ ഈ മഴയും മഞ്ഞും മുകളിൽ നിന്ന് വന്നാൽ അതിൻ്റെ ജോലി ഭൂമിയെ നനയ്ക്കുക, പിന്നീട് സസ്യങ്ങൾ മുളപ്പിക്കുക. പിന്നെന്താണ്? ഫലം നൽകുന്നു. അപ്പോൾ അതിന് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നു. അപ്പോൾ ആ ഫ്രൂട്ട്സ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? വിതയ്ക്കാനുള്ള വിത്തും ഭക്ഷിക്കാനുള്ള ആഹാരം. വിത്തും ചോറും. അപ്പോൾ വിതയ്ക്കാനുള്ളത് ഭാവിയിലേക്കുള്ളത്, അതുപോലെ ഇപ്പോൾ ആഹരിക്കാനുള്ളത്, ഭക്ഷിക്കാനുള്ളത്. വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും എങ്ങനെ തന്നെ മഴയും മഞ്ഞും പോലെ മുകളിൽ നിന്ന് വന്ന് ഫലമുണ്ടാക്കി വിതയ്ക്കാനുള്ള വിത്തും ഭക്ഷിക്കാനുള്ള ആഹാരവും തരുന്നത് പോലെയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും. അങ്ങനെ തന്നെ ഫലരഹിതമായി അതായത് ഒരു വചനം പുറപ്പെട്ടാൽ അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. പിന്നെന്ത് ചെയ്യും? എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി ഉച്ചത്തിൽ വായിക്കാം. മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കർത്താവിൻ്റെ വചനം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന ഒരു സാധാരണ പുസ്തകമല്ല. ഈ ഗ്രന്ഥത്തിന് ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. സഭയുടെ ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വിശ്വവിഖ്യാതരായ വിശുദ്ധരായ അനേകം ജീവിതങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ്, വഴിത്തിരിവുകൾ കണ്ടെത്തിയത് ദൈവവചനത്തിലാണ്. ഉദാഹരണത്തിന് ഈജിപ്തിലെ വിശുദ്ധ അന്തോണി, അദ്ദേഹമാണ് സന്യാസ പിതാവ് എന്നറിയപ്പെടുന്നത്. അസറ്റിക് ലൈഫിൻ്റെ ഫാദർ ഓഫ് അസറ്റിക് ലൈഫ്. ആരാണ്? ഈജിപ്തിലെ സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ അല്ല, നമ്മൾ അന്തോണീസ് പുണ്യാളനല്ല, സെയിൻറ്റ് ആൻ്റണി ഓഫ് ഈജിപ്തിലെ വിശുദ്ധ അന്തോണി. അദ്ദേഹം ഈ സന്യാസ ജീവിതം ആരംഭിക്കുന്നത് ബൈബിളിലെ ഒരു വാചകം അദ്ദേഹം പള്ളിയിൽ വെച്ച് വായിച്ച് കേൾക്കുമ്പോഴാണ്. എന്താണ് ആ വചനം എന്നറിയാമോ? നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ പെങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെങ്ങൾക്കൊരൽപ്പം രോഗവും അസ്വസ്ഥതയും ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ പെങ്ങൾക്ക് വേണ്ടി അവൾക്ക് ജീവിക്കാനുള്ളത് മാത്രം മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് അദ്ദേഹം മരുഭൂമിയിലേക്ക് സന്യസിക്കാനൊക്കെ പോയി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം. മറ്റൊരു വിശുദ്ധൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹത്തെ മാറ്റിമറിക്കുന്നത് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യജമാനനെ സേവിക്കുന്നതാണോ ദാസനെ സേവിക്കുന്നതാണോ നല്ലത്? ഈ ചോദ്യമാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിട്ട് അവിടുന്ന് പരാജയപ്പെട്ട് തിരിച്ചു വന്ന്, യുദ്ധം ചെയ്യാതെ തിരിച്ചു വന്ന് പനി പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മ അടുത്തിരുന്ന് ബൈബിൾ വായിച്ചു കൊടുക്കുമ്പോൾ ഒരു വചനം അദ്ദേഹത്തെ സ്പർശിക്കുകയാണ്. ദേവാലയത്തിൽ വെച്ച് പിന്നീട് ആ വചനം വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടി. ആ വചനം ഇതാണ്. അദ്ദേഹത്തോട് കർത്താവ് അരുളി ചെയ്യുന്ന വചനം ഇതാണ്. ഈ പറയുന്ന വചനം ഏതാണ്? നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്നെന്നെ അനുഗമിക്കുക. അപ്പം അദ്ദേഹം ചെന്ന് അച്ഛനോട് ചോദിക്കും, ഇത് ജീവിക്കേണ്ട വചനമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, ജീവിക്കേണ്ടതാണ്, എനിക്കത് പറയാനുള്ള ധൈര്യമൊന്നുമില്ല, എന്നാലും അത് ജീവിക്കേണ്ടതാണെന്ന് പറയും. ജീവിക്കേണ്ടതാണ്, ഞാൻ ജീവിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. അപ്പം അങ്ങനെയാണ് അദ്ദേഹം എല്ലാം ഉടുത്തിരുന്ന വസ്ത്രം പോലും, താൻ ധരിച്ചിരുന്ന വസ്ത്രം പോലും അപ്പൻ്റെ പേര് പീറ്റർ ബെർണദീൻ ആ സ്ഥലത്തെ മെത്രാൻ്റെ മുമ്പിൽ ചെന്ന് പരാതി കൊടുക്കും. അപ്പോൾ ഈ മെത്രാൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ പീറ്റർ ബെർണദീൻ പറയും, നീ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും എൻ്റേതാണെന്ന് പറയുമ്പോൾ താൻ ധരിച്ചിരുന്ന ഉടുപ്പ് പോലും ഊരിക്കൊടുത്തിട്ട് മെത്രാൻ വെച്ച് നീട്ടിയ ഒരു മേലങ്കി പുതച്ചുകൊണ്ട് അവിടെ നിന്ന് ദാരിദ്ര്യത്തെ വ്രതമായി സ്വീകരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ആളാണ് ഫ്രാൻസിസ് സേവ്യർ. വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഫ്രാൻസിസ് അസീസി വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ജീവിതത്തെ മാറ്റിമറിച്ചതൊരു വചനമാണ്. അതുപോലെ തന്നെയാണ്
ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തെ മാറ്റിമറിച്ച വചനം എന്താണ്? നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയിലൂടെ ഉച്ചരിക്കപ്പെട്ട ഈ വചനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുക. പാരീസ് സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. അവിടുന്ന് ആ അധ്യാപന വൃത്തിയെല്ലാം ഉപേക്ഷിച്ച് ഗോവയിലും കേരളത്തിൻ്റെ കടൽ തീരങ്ങളിലും ഒരു കൈയിൽ കുരിശും മറുകൈയിൽ മണിയുമായി ഇങ്ങനെ മണിയടിച്ചും കുരിശുയർത്തിയും നടന്ന് ലക്ഷക്കണക്കിന് ആളുകളിൽ യേശുവിൻ്റെ സുവിശേഷം എത്തിച്ചു. മലയാളം അറിയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് ഭാഷകളുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു. അതായത് അറിയാൻ പാടില്ലാത്ത ഭാഷ ആത്മാവിൻ്റെ നിറവിൽ സംസാരിക്കാനുള്ള കൃപയുണ്ടായിരുന്നു ഫ്രാൻസിസ് സേവ്യറിന്. അങ്ങനെയാണ് ഈ കേരളത്തിൽ മലയാളികളോടെല്ലാം എങ്ങനെയാണാവോ സുവിശേഷം പ്രസംഗിച്ചത്? മലയാളം അറിയാത്ത ഫ്രാൻസിസ് സേവ്യർ സ്പാനിഷുകാരൻ എങ്ങനെയാണ് സുവിശേഷം പറയണേ? അപ്പോൾ അങ്ങനെ ഒരു അധികാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ജീവിതം മാറ്റിമറിച്ചത് ഈ വചനമാണ്. പിന്നെ ആരാണ്? മദർ തെരേസ. ഡാർജിലിങ്ങിലേക്കുള്ളൊരു തീവണ്ടി യാത്രക്കിടയിൽ വാർഷിക ധ്യാനത്തിന് പോവുകയായിരുന്നു. ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ മത്തായി 25 വായിക്കുകയാണ്, ഈ എളിയ സഹോദരങ്ങളിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വചനമാണ് ഈ അമ്മയെ മാറ്റിമറിക്കുന്നത്. മടങ്ങിയെത്തി കഴിയുമ്പോൾ കൽക്കട്ട ബിഷപ്പ് വഴി മാർപ്പാപ്പയ്ക്ക് ഒരു കത്തെഴുതി സന്യാസ ഭവനം വിട്ട് തെരുവിലേക്ക് ഇറങ്ങി ശുശ്രൂഷ ചെയ്യാനുള്ള അനുവാദം തരണം. മാർപ്പാപ്പയിൽ നിന്ന് അധികം താമസിക്കാതെ അനുവാദം കിട്ടുമ്പോൾ അവിടെ നിന്ന് കൽക്കട്ട ബിഷപ്പിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, ഞാനിങ്ങനെ പോവുകയാണ്, ആശീർവാദം തരണമെന്ന് പറയും. അപ്പോൾ ഈ ബിഷപ്പ് മദറിനോട് ചോദിക്കും, ഈ സിസ്റ്റർ ഈ തെരേസ തെരേസയോട് ചോദിക്കും, നിൻ്റെ കയ്യിൽ എന്നാ ഉണ്ടെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. ഇങ്ങനെ വെറും കൈ ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ കൽക്കട്ട ബിഷപ്പ് പോക്കറ്റിൽ നിന്നൊരു 5 രൂപ എടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുക്കും. ഈ 5 രൂപ ഈ 5 രൂപ ഇങ്ങനെ കൈമടക്കിൽ വെച്ചിട്ട് സ്വർഗസ്വനായ പിതാവേയും ചൊല്ലി കൽക്കട്ടയുടെ തെരുവുകളിലേക്ക് ഇറങ്ങിയ ആ കന്യാസ്ത്രീയാണ് 103 രാജ്യങ്ങളിൽ ഉപവീയുടെ സഹോദരിമാരെന്ന പേരിൽ ലോകമെമ്പാടും ഒരു വടവൃക്ഷം പോലെ വളർന്ന് വലുതായ വലിയൊരു ശുശ്രൂഷ. കർത്താവിൻ്റെ നാമത്തിൽ ഒരു വചനമാണ് മേലുകീഴ് മറിക്കുന്നത്. ഒരു വചനം. സാവൂളിനെ പൗലോസാക്കുന്നത് ഒരു വചനമാണ്. സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ആഗസ്തീനോസിനെ ആഥൻസിൻ്റെ തെരുവുകളിൽ ഒരാഭാസനെ പോലെ ജീവിച്ച ആളാണ് അല്ലേ? പുസ്തകത്തിന് ഇടയിൽ ഒരു ഇരട്ടവാലൻ പുഴുവിനെ പോലെ അലഞ്ഞു നടന്ന പണ്ഡിതൻ, ഗ്രീക്ക് തത്വചിന്തകളിൽ ആഴപ്പെട്ട വൈഭവം ഉണ്ടായിരുന്ന ആൾ, വലിയ തത്വചിന്തകന്മാരുടെ ശിഷ്യൻ. മാനിക്കേയിസം എന്ന് പറയുന്ന ഒരു പാഷണ്ഡത, അതുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിച്ചിരുന്ന ആൾ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ലോകപ്രകാരം ദുർനടപ്പും തന്നിഷ്ടവും തോന്നിയാസവും മാത്രം കൈമുതലാക്കി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. 36-ാമത്തെ വയസ്സ് വരെ തോരാത്ത കണ്ണുനീരുമായി നീണ്ട 19 വർഷങ്ങളൊരമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വിശുദ്ധ അംബ്രോസ് ആയിരുന്നു പള്ളിയിലെ വികാരിയച്ഛൻ. അംബ്രോസിൻ്റെ ദേവാലയത്തിൽ ചെന്ന് മോനിക്ക പുണ്യവതി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. ഇത്രയും കണ്ണുനീരിൻ്റെ മക്കൾ നശിച്ചു പോയില്ലടി എന്ന് പറഞ്ഞ് അംബ്രോസ് ആശ്വസിപ്പിക്കും. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരിക്കൽ അമ്മ വായിച്ച് മടക്കാതെ മേശപ്പുറത്ത് തുറന്നു വെച്ചിരുന്ന ബൈബിള് ഇരിക്കുമ്പോൾ ആഗസ്തീനോസിൻ്റെ അകത്ത് നിന്ന് ഒരു ചോദ്യം ഇങ്ങനെ വരികയാണ്. ചോദ്യം ഇതാണ്, എടുത്തു വായിക്കുക. അല്ല, ഒരു സ്വരം കേൾക്കുകയാണ്. ഒരു കുഞ്ഞ് ഇങ്ങനെ ഉറക്കെ പറയുന്ന പോലെ സ്വരം കേൾക്കുകയാണ്. എടുത്തു വായിക്കുക, ടേക്ക് ആൻഡ് റീഡ്. അയാളിങ്ങനെ ആകലപ്പെട്ടു. ഈ വീട്ടിൽ ഇനി ഞാൻ വായിക്കാത്തതായിട്ട് എന്നാ ഉള്ളേ? അയാൾ ഈ പുസ്തകങ്ങൾക്കിടയിലൂടെ ഒരു പുഴുവിനെ പോലെ അരിച്ചു നടന്ന ഒരാളാണ്. അയാൾ വായിക്കാത്ത ഒരു ഗ്രന്ഥവും ആ നാട്ടിലുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്താണാവോ വായിക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണിങ്ങനെ പരുതി നടക്കുമ്പോൾ അമ്മ വായിച്ചിട്ട് തുറന്നു വെച്ചിരിക്കുന്ന വേദപുസ്തകം അതെടുത്ത് തുറന്നപ്പോൾ കണ്ണിൽപ്പെടുന്നത് ഒരു വചനമാണ്. റോമാലേഖനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനമാണ് ആഗസ്തീനോസിൻ്റെ കണ്ണിൽ ആദ്യമായിട്ട് പെട്ട ദൈവവചനം. അദ്ദേഹം എടുത്ത് വായിക്കുകയാണ്. റോമർ 13:11 മുതൽ. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ വചനമാണ് ആഗസ്റ്റിനെ ആഗസ്തീനോസാക്കി മാറ്റുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കർത്താവിൻ്റെ വചനം, എനിക്ക് കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച്
പറയാൻ നമുക്കിന്ന് നേരം കിട്ടാത്തത് കൊണ്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ബൈബിൾ മുടങ്ങാതെ വായിക്കണം. മുടങ്ങാതെ ബൈബിൾ വായിക്കണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. കുറേ കൂടുതൽ സമയം വചനം വായിച്ച് വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്, വിശ്വാസം എന്ന് പറയുന്നൊരു വിഷയമാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാനായിട്ട് പരിശ്രമിച്ചത് ഇന്നലെ. അതുപോലെ പ്രധാനമായിട്ട് ഇന്നലെ ഈ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചൊരു വിഷയം വിശ്വാസമാണ്. ഇനി അവിടെ നിന്ന് ആ വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ സമയമുണ്ടെങ്കിൽ സമയമനുസരിച്ച് പറഞ്ഞോളാം. എങ്കിൽ ഇതിപ്പോൾ ഈ സന്ദർഭത്തിൽ ഇത് വളരെ ആവശ്യമായതുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട 1-2 വാചകങ്ങൾ വായിച്ചതിന് ശേഷമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വായിക്കേണ്ടത്, ബൈബിൾ എടുക്കുക എല്ലാവരും, വായിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതിന് മുമ്പ്, അത് വായിക്കുന്നതിന് മുമ്പ് എന്നെ ശ്രദ്ധിക്കാവോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം. ഹലോ, ഇന്ന് ഭയങ്കര ഹെവി ഫുഡായിരുന്നോ ഉച്ചയ്ക്ക്? എന്തായിരുന്നു? ചോറ്, സാമ്പാർ, തോരൻ, ഇത്രയേ ഉള്ളൂ. പിക്കിൾ. വെജിറ്റേറിയൻ? വെജിറ്റേറിയൻ ആണോ? ചോറൊക്കെ ഒരു ചരുവം അടിച്ചോ? അതായത് അത്ര അട്രാക്റ്റീവായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. പക്ഷേ എന്താണോ എന്തോ ഒരു മയക്കം പോലെ തോന്നുന്നു. നല്ല ക്വാളിറ്റി റൈസൊക്കെ അല്ലേ അമേരിക്ക കിട്ടുന്നേ? പിന്നെന്താണോ ഒരു മയക്കം? ചൂടാണോ? ഇതിനകത്ത് ചൂടില്ല. പിന്നെ ചോറ് ചൂടായിരുന്നോ? ശരി. അപ്പോൾ ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച്. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവട്ടെ നല്ലപോലെ. ഹല്ലേലൂയ. അപ്പോൾ ചോദ്യം ഇതാണ്, അതായത് ദൈവം പ്രസാദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. ഉത്തരം പറയണ്ട. തിങ്ക് അബൌട്ട് ഇറ്റ്. ദൈവം പ്രസാദിക്കാൻ, അതായത് ഞാൻ ഡാനിയൽ, എന്നിൽ ദൈവം പ്രസാദിക്കാൻ, ഗുഡ് ഗായ് എന്ന് ദൈവം പറയാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതാണ് എൻ്റെ ചോദ്യം. ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ നമ്മുടെ ചോദ്യം ഇതാണ്. ദൈവം എന്നിൽ പ്രസാദിക്കാൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതാണ് ചോദ്യം. ദൈവം നമ്മളിൽ പ്രസാദിക്കാൻ എന്ത് ചെയ്യണം? അല്ലെ ദൈവത്തിന് വാട്ട് ഈസ് ദാറ്റ് ആക്ഷൻ which can gain God's approval? What is that act which God approves? അതെന്താ? ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്ന, ദൈവത്തിന് ഭയങ്കര ഇഷ്ടം നമ്മളോട് തോന്നുന്ന പ്രവൃത്തി എന്താണ്? ആൻസർ വേണ്ട. എനിക്ക് നിങ്ങളുടെ ഒരു ആൻസറും വേണ്ട. തിങ്ക് അബൌട്ട് ഇറ്റ്. ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ചോദ്യം? ചോദ്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ചോദ്യം മനസ്സിലായില്ലെങ്കിൽ കുട്ടികൾ പരാജയപ്പെടും. എന്താണ് ചോദ്യം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി എന്താണ്? അതായത് ഞാനൊരു 500 കൂടും മെഴുകുതിരി കത്തിച്ചാൽ ദൈവം പ്രസാദിക്കുമോ? ഞാൻ ഇല്ലയെന്നൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ഇപ്പോൾ പറയണ്ട. നിങ്ങളുടെ ഒരു ഉത്തരവും വേണ്ട ഇവിടെ. അപ്പോൾ ഇതൊന്ന് കേൾക്കുക. അതായത് തിങ്ക് അബൌട്ട് ഇറ്റ്. ദൈവം പ്രസാദിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ദൈവമേ, നിനക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് നമ്മുടെ ഇടയിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണിത്. ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏതാണ്ടൊക്കെ പ്രവൃത്തികൾ കണ്ടിട്ട് ദൈവം ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണെന്നാണ്. വെറുതെയാണ്. ഞാൻ പഞ്ചാബിൽ ഒരിക്കലും സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം തുടങ്ങിയത് ഇതാണ്. ഇങ്ങനെയാണ് ആദ്യത്തെ സെൻറ്റൻസ്. നേരെ അങ്ങോട്ട് ചെന്ന് നിന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നു, വി തിങ്ക് ദാറ്റ് ഗോഡ് ഈസ് ഓക്കെ വിത്ത് അസ്. ഐ വാണ്ട് ടു ടെൽ യു, ഗോഡ് ഈസ് നോട്ട് ഓക്കെ വിത്ത് അസ്. ഇങ്ങനെ പറഞ്ഞാൽ തുടങ്ങിയത്. സിസ്റ്റേഴ്സ് എല്ലാം വളരെ അപ്സെറ്റായിപ്പോയി. 50 കൊല്ലം സിസ്റ്റേഴ്സായിട്ട് ജീവിച്ചവർ, 60 കൊല്ലം സിസ്റ്റേഴ്സായിട്ട് ജൂബിലി ആഘോഷിച്ചവരെല്ലാം വളരെ സങ്കടത്തിലായിപ്പോയി. അവർ വിചാരിച്ചിരുന്നത് ദൈവം അവരോട് വളരെ സന്തോഷത്തിലാണെന്നാണ്. പക്ഷെ നമ്മൾ ധ്യാനം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഗോഡ് ഈസ് നോട്ട് ഓക്കെ വിത്ത് അസ്. ദൈവത്തിന് നമ്മൾ വിചാരിക്കുകയാണ് ദൈവത്തിന് നമ്മളോട് ഭയങ്കര പ്രസാദമാണെന്ന്. ഒരു കാര്യം കൂടെ ഞാൻ കടത്തി പറയാം. ലിസൺ ടു മീ. ചില അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് കരുതി
അത് ദൈവപ്രസാദത്തിൻ്റെ അടയാളമായി കരുതരുത്. ടെററിസ്റ്റിന് പോലും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഈവൻ ടെററിസ്റ്റ് ആർ ബ്ലെസ്ഡ്. അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്, അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, അവർക്ക് പണം കിട്ടുന്നുണ്ട്, അവർക്ക് വീട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചില ബ്ലെസ്സിങ്സ് കിട്ടിയത്, മറ്റീരിയൽ ബ്ലെസ്സിങ്സ് കിട്ടിയത് കൊണ്ട് ദൈവം നമ്മളോട് ഭയങ്കര സന്തോഷത്തിലാണെന്നൊന്നും കരുതരുത്. ഈ ബ്ലെസ്സിങ്സിൻ്റെ പ്രത്യേകത കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നല്ലവരാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദുഷ്ടരായ ആളുകൾക്ക് അനുഗ്രഹമൊന്നും കിട്ടത്തില്ല, എല്ലാം നല്ലവർക്കാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരാരും തന്നെ ക്രിസ്ത്യാനികളല്ല. അത് നിങ്ങൾക്കറിയാവോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ മലയാളി ക്രിസ്ത്യാനിയല്ല. അതുകൊണ്ട് ദൈവം പ്രസാദിച്ചതിൻ്റെ അടയാളമാണ് മറ്റീരിയൽ പ്രോസ്പെരിറ്റി എന്നും കരുതരുത്. നമുക്ക് കുറച്ച് ബ്ലെസ്സിങ്സ് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ കുറേ അനുഗ്രഹം കിട്ടി, അതുകൊണ്ട് ദൈവം പ്രസാദിച്ചു എന്ന് കരുതരുത്. ശബരിമലയിൽ പോയി കണ്ണിന് കാഴ്ച കിട്ടിയ ആളുകളെ എനിക്കറിയാം. നല്ലത് തന്നെ. ഐ ഹാവ് സം കൺടെൻഷൻസ്, അത് ഞാൻ പറയുകയാണ്. എനിക്ക് ചില ഓപ്പോസിറ്റ് അഭിപ്രായങ്ങളുണ്ട്. ദൈവം പ്രസാദിച്ചതിൻ്റെ അടയാളമൊന്നുമല്ല അനുഗ്രഹം കിട്ടിയത്. നോ, അതിപ്പോൾ ആര് പ്രാർത്ഥിച്ചു, ഏത് മതത്തിൽപ്പെട്ടവൻ പ്രാർത്ഥിച്ചാലും കിട്ടും. സീ ദ ഗ്രാവിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ ദൈവത്തെ, നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ്? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആക്ട് ബൈ വിച്ച് ഐ ക്യാൻ റിസീവ് ദ അപ്രൂവൽ ഓഫ് ഗോഡ്? അയ്യോ സിസ്റ്ററെ, ദൈവം നമ്മളിൽ പ്രസാദിക്കാൻ നമ്മൾ എന്നാ ചെയ്യണം? എൻ്റെ ദൈവമേ എന്നാ ചെയ്യണം? ഇതാണ് ഉത്തരം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മതി, എനിക്ക് നിങ്ങൾ ഉത്തരം വേണ്ട. You realize the gravity of the question. What is that act which God approves? God is pleased with me. അയ്യോ, ഞാനത് ചെയ്താൽ ദൈവത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ അടുത്ത്. ഇതാണ് ചോദ്യം. ചോദ്യം ക്ലിയറായോ? കണ്ടോ, ചോദ്യം മനസ്സിലാക്കി എടുക്കാൻ 10 മിനിറ്റ് എടുത്തു. ചോദ്യം ക്ലിയറായോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ഇനി വായിച്ചോ. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിർത്ത്. ചോദ്യം ഇതാണല്ലോ, നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ. ദൈവഹിതം, അതായത് കർത്താവിന് ഇഷ്ടമുള്ളതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? വായിക്ക്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഒയ്യോ, ഒന്ന് കൈയടിച്ച കർത്താവിന് നന്ദി പറഞ്ഞേ. ദിസ് ഈസ് ദ ആൻസർ. എന്താണ് ആൻസർ? ഐ ഡോണ്ട് വാണ്ട് യുവർ ആൻസർ. I don't want anybody's answer. The scripture gives the answer. What is that answer? Jesus answered them, this is the will of God, work of God, that you believe in him whom he has sent. പോയോ? ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതായത് നിങ്ങൾക്ക് കുമ്പസാരിക്കാനായിട്ട് ഇനി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അച്ഛന്മാർ 3 പേര് വെറുതെ ഇരിപ്പുണ്ട്, അവിടെ കുമ്പസാരിക്കാം. ഓക്കെ. ഇനി ഒരു കാര്യം, ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളോടൊക്കെ പറയും. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുമ്പസാരിക്കണമെന്ന് തോന്നും. ഇത്തിരി ഞാൻ പറയാൻ വരുന്നേ ഉള്ളൂ, തുടങ്ങാൻ പോവാ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കഴിഞ്ഞ് കുമ്പസാരിച്ചാലും മതി. ഇപ്പോൾ കുമ്പസാരിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛന്മാരവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്നു. അതാണ് ഇടയ്ക്ക് കയറി വന്ന ആ സാധനം. ജീസസ് ആൻസേർഡ് ദം, ദിസ് ഈസ് ദ വർക്ക് ഓഫ് ഗോഡ്, ദാറ്റ് യു ബിലീവ് ഇൻ ഹിം ഹും ഹി ഹാസ് സെൻഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ലിസൺ ടു മീ. ഹലോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ള, എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി? എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി? പറയൂ. പിതാവ് അയച്ച ഏകജാതനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. യേശുവിനെ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക. യേശുവിനെ
വിശ്വസിക്കുക. ബിലീവ് ഇൻ ജീസസ്, ബിലീവ് ജീസസ്. നിങ്ങൾക്കറിയാം, നമുക്ക് ഈശോയോട് പറയാവുന്ന ഏറ്റവും വലിയ, ഏറ്റവും വാല്യുബിളായ പ്രാർത്ഥന ഏതാണെന്നറിയോ? അതായത് നമുക്ക് ഈശോയോട് സമ്മാനം തരാം. അതായത് നമുക്ക് ഈശോയോട് പറയാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണത്? പറയൂ. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഇതാണ് ദ മോസ്റ്റ് അപ്രൂവ്ഡ്, വാല്യുബിൾ prayer ever given to humanity. What is that? Jesus, I trust in you. അതുകൊണ്ട് ആ പ്രാർത്ഥന ഫൗസ്റ്റീന അമ്മയിലൂടെ വെളിപ്പെടുത്തി തന്നത്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഐ ട്രസ്റ്റ്. അയ്യോ, എനിക്കറിഞ്ഞൂടാ, എനിക്ക് തുള്ളിച്ചാടണം, തലകുത്തി മറിയണം എന്നൊക്കെ ഉണ്ട്. ഐ ആം ഓവർവെൽംഡ്. മനസ്സിലായോ? ഇതാണ് നിങ്ങൾക്ക് യേശുവിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവത്തിന് നമുക്ക് കൊടുക്കാവുന്ന ആരാധനയും ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയും. അതിനേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല. ജീസസ്, ഐ ട്രസ്റ്റ്, ഐ ട്രസ്റ്റ്, ഐ ട്രസ്റ്റ്. വായിക്ക് ജോൺ 17:3, യോഹന്നാൻ 17:3, യോഹന്നാൻ 17:3, യോഹന്നാൻ 17:3. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ്. ദിസ് ഈസ് ഇറ്റേണൽ ലൈഫ്, ദാറ്റ് ദേ നോ യു ദ ഓൺലി ട്രൂ ഗോഡ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് whom you have sent. നോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആദം ഹവ്വയെ അറിഞ്ഞു എന്ന് പറഞ്ഞത് ഇൻ്റലക്ച്വൽ നോളജിനെ അല്ല, അതൊരു ഫിസിക്കൽ യൂണിയനെ സൂചിപ്പിക്കുന്നതാണ്. അറിഞ്ഞു, ആദം ഹവ്വയെ അറിഞ്ഞു. അപ്പോൾ ഇൻറ്റിമേറ്റ് യൂണിയനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അറിയുക. ഏകസത്യ ദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച ഏകജാതനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുവിനോട് ഒന്നായി മാറുക എന്നതാണ് നിത്യജീവൻ. ജോൺ ചാപ്റ്റർ 8, ജോൺ ചാപ്റ്റർ 8 24, ജോൺ 8:24, ജോൺ 8:24. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. I told you that you would die in your sins, for you will die in your sins unless you believe that I am He. ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എടുത്തെങ്കിൽ എല്ലാവരും കൂടെ ഉറക്കെ വായിക്കാവോ? 8:24. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പം ഇവിടെ എന്താണ്? ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അതെന്താ അത്? ഞാൻ തന്നെ അമ്മച്ചേ, ഞാൻ തന്നെ എന്ന് പറഞ്ഞെന്താ? എന്നാ അമ്മച്ചി? ഞാൻ തന്നെ, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ. അതെന്താ? ഞാൻ തന്നെ. ഞാനല്ലാതെ പിന്നെ വേറെ ആരാ? പുറപ്പാട് 3 എടുക്കുക. എക്സഡസ് 3:13 ഓൺവേർഡ്സ് വായിക്കാം. എക്സഡസ് 3:13 ഓൺവേർഡ്സ് മലയാളത്തിൽ ഉറക്കെ വായിക്കുക. മോശ ദൈവത്തോട് പറഞ്ഞു. വായിക്കാം. 3:13. മോശ ദൈവത്തോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ, മോശ ചോദിക്കുകയാണ്, തുമാരാ നാം ക്യാ ഹേ? മോശ ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം?
തമിഴിൽ എങ്ങനെയാണ്? എന്തെങ്കിലും ആവട്ടെ. മോശ ചോദിക്കുകയാണ്, അങ്ങയുടെ പേരെന്താണ്? ഞാൻ അവിടെ ചെന്ന് അവർ പറയാൻ പോവാണ്, അവരോട് ഞാൻ ചെന്ന് പറയാൻ പോവാണ്, ദൈവം എന്നെ അയച്ചിരിക്കുകയാണ് മക്കളെ. അപ്പോൾ ചോദിക്കുകയാണ്, ഏത് ദൈവം? ആ ദൈവത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം എന്ന് മോശ ദൈവത്തോട് ചോദിച്ചു. 14 ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. അയ്യേ, ഞാൻ I am who am. I am who am. What is that? I am who am. What is that? See, I am the only one who exists. I am the only one who exists. I am the being. I am the life. I am the existence. എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഞാൻ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ പേര്, പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ പേരെന്താണ്? ഞാൻ തന്നെ. അപ്പോൾ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു യഹൂദനോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ പേരെന്താണാവോ? ഞാൻ തന്നെ. ഇനി ജോൺ 8:24 ഈശോ പറയുകയാണ്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മുസ്ലിങ്ങൾ ചോദിക്കുന്നു, യേശു ദൈവമാണെന്ന് യേശു ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദാ പറഞ്ഞിരിക്കുന്നു. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ദൈവമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം ഇതാണ്: നമുക്ക് യേശുവിനെ പൂർണ്ണമായും ദൈവമായി, നമ്മുടെ രക്ഷകനായി, ഏകരക്ഷകനായി, നാഥനായി, കർത്താവായി വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കും. പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി എന്തായിരിക്കും? നമ്മൾ യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലും ഒറീസയിലും ആസാമിലും പഞ്ചാബിലും, ആസാമിലല്ല, ആന്ധ്രയിലും പഞ്ചാബിലും, ആന്ധ്ര നോർത്ത് ഇന്ത്യ അല്ല, ആന്ധ്രയിലും, സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രയിലും, നോർത്ത് ഇന്ത്യയിലെ ഒറീസ, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഈ 4 സ്റ്റേറ്റുകളിൽ സുവിശേഷ വേലയ്ക്ക് ഞാൻ എല്ലാ മാസവും കഴിയുന്നിടത്തോളം പോകാറുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, ഒരു കാലത്ത് ദൈവം എനിക്ക് ഭയങ്കരമായ എൻ്റെ ഹൃദയത്തെ പിളർക്കുന്ന ഒരു ചിന്ത എനിക്ക് തന്നു. ഞാൻ റോമാലേഖനം 1-ാം അധ്യായം എടുക്കണ്ട, റോമർ 1 ഞാൻ വായിക്കുകയായിരുന്നു. വായിക്കുമ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അത് ഒരു ചെറിയ ഒരു സംവിധാനമാണ്, അത് അവിടെ ഞാനിങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. എന്താ വായിക്കുന്നത് അറിയാം? റോമർ 1 വായിക്കുമ്പോൾ 16-ാമത്തെ വാക്യം എത്തിയപ്പോഴേക്കും ഇങ്ങനൊരു വാചകം: സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യ യഹൂദനും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇത് വായിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം തകരുന്നത് പോലെ എനിക്ക് തോന്നി. ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുകയാണ്. എനിക്കറിയാൻ പാടില്ല എന്താണ് സംഭവിക്കുന്നത്, എനിക്കറിയില്ല. എൻ്റെ ചങ്ക് പൊട്ടിപ്പോവാണ്. അപ്പോൾ ഞാൻ വീണ്ടും വായിച്ചപ്പോൾ എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എൻ്റെ ചങ്ക് ഇങ്ങനെ പൊട്ടിപ്പോവാണ്. അപ്പോൾ ഞാൻ ആ ബൈബിൾ അടച്ചു വെച്ചിട്ട് നിലത്തോട്ടിറങ്ങിയിരുന്നു. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ 1000 ചോദ്യങ്ങൾ വരികയാണ്. ഡാനിയേൽ, പൗലോസ് പറയുകയാണ്, ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 3 പ്രേക്ഷിത യാത്രകൾക്കൊടുവിൽ പൗലോസ് പറയുകയാണ്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. Saint Paul is speaking to the people of Rome. He says, I am not ashamed of the gospel. എന്നോട് ആരോ പറയുകയാണ്, ഡാനിയൽ, you are ashamed of the gospel. You are. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. No, I am not ashamed of the gospel. I am a preacher. I am not ashamed of the gospel. I am preaching the gospel.
But somebody outside is tormenting me to the core. I'm shuddered and I know I am breaking into pieces. എൻ്റെ ഇന്നർ പീസ് എല്ലാം പോവാണ്. എന്നെ ആരോ ഇങ്ങനെ ഒരു ചക്കിനകത്തിട്ട് ചതയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. ഡാനിയേൽ, you are ashamed of the gospel. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിലത്തിരുന്ന് കരയുകയാണ്. അപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ 1000 ചോദ്യങ്ങൾ വരികയാണ്. നീ ആരോടാണ് സുവിശേഷം പ്രസംഗിച്ചത്? അപ്പം ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ ആരോടാണ് സുവിശേഷം പ്രസംഗിച്ചത്? ഒരിക്കൽ സുവിശേഷം കേട്ടവരോട്. നീ ആരോടാണോടാ സുവിശേഷം പ്രസംഗിക്കുന്നത്? ഒരിക്കൽ സുവിശേഷം കേട്ടവരോട്. അടുത്തത്, സുവിശേഷത്തെപ്പറ്റി നിനക്ക് അപമാനം അധികമൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ശരിയല്ലേ? ശരിയാണ്. അവിടെ ഇവിടെയൊക്കെ ചില കുത്തുവാക്കുകളും ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ കാര്യമായിട്ടൊരു പീഡനമൊന്നും സുവിശേഷത്തെ പ്രതി ഞാൻ സഹിച്ചിട്ടില്ല. മൂന്നാമത്തേത്, നീ ആരുടെ അടുത്താണ് സുവിശേഷം പറയാൻ പോയത്? നിന്നെ വിളിച്ചവരുടെ അടുത്തേക്ക്. നാലാമത്തേത്, സുവിശേഷം പറയാൻ പോയിടത്തെല്ലാം നിനക്ക് യാത്രക്കൂലി അവർ തന്നിട്ടുമുണ്ട്. എന്നെ തകർക്കുകയാണ് ഈ ചോദ്യങ്ങൾ. എൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, നീ നിൻ്റെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിക്ക്. സുവിശേഷം കേൾക്കാൻ ഭാഗ്യമില്ലാത്ത 10,000 ആളുകൾ നിൻ്റെ മുമ്പിലുണ്ട്. Did you ever preach gospel to them, to the unprivileged, to the people who have no opportunity to listen to the gospel? Have you ever preached my gospel? അപ്പോൾ ഞാൻ പറഞ്ഞു, നോ, അത്രയൊന്നുമില്ല, വളരെ ചുരുക്കം അവിടെ ഇവിടെയൊക്കെ. So somebody is speaking, you are ashamed of my gospel. You are. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ നിലത്ത് കിടന്ന് പൊട്ടി കരയുകയാണ്. കർത്താവേ, ഞാൻ ലജ്ജിച്ചു പോയിട്ടുണ്ട്. ശരിയാ, എനിക്കിപ്പോൾ മനസ്സിലായി. അന്ന് കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്ന പ്രേരണയാണ് അക്രൈസ്തവരോട് സുവിശേഷം പറയുക, സുവിശേഷം കേട്ടിട്ടില്ലാത്തവരോട്. അന്ന് തുടങ്ങിയതാണത്. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നാട്ടിൽ, സ്ട്രീറ്റുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, മാർക്കറ്റുകളിൽ എല്ലാം ഞങ്ങൾ സുവിശേഷം പറയുന്നുണ്ട്. ഇപ്പോൾ അയൽവക്കത്തുള്ള വീടുകളിൽ, എല്ലായിടത്തും, എല്ലാ സൺഡേയിലും ധ്യാനകേന്ദ്രത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ നോൺ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലും പോയിട്ട് അവരോട് സുവിശേഷം പറയും. വൈകുന്നേരം അവർ റിട്രീറ്റ് സെൻ്ററിൽ വരും. വൈകിട്ട് അവർക്ക് വേണ്ടി പറയാറുണ്ട്. അന്ന് തുടങ്ങിയാണ് ഇതെല്ലാം. ഞാൻ പറയുന്നത് എന്നെ ടോർച്ചർ ചെയ്ത വാക്യാണിത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ നോൺ ക്രിസ്ത്യൻസിനിടയിലുള്ള ഇവാഞ്ചലൈസേഷൻ കാര്യമായിട്ട് ആരംഭിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നിടത്തോളം എല്ലാ മാസവും ഞങ്ങൾ വടക്കേ ഇന്ത്യയിലെ ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ പോകാറുണ്ട്. അവിടെ ചെന്ന് നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹിന്ദി ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാവുന്ന ഭാഷയിലൊക്കെ നമ്മൾ സുവിശേഷം പറയും. 100 ആളുകൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, മാമോദീസ സ്വീകരിച്ചു. ഇതൊക്കെ പോട്ടെ, പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അത്രയും പറഞ്ഞ് നിർത്തുന്നു. അങ്ങനെ വലിയ 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 അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം പ്രവർത്തിച്ചു. ഞാൻ പറയാൻ വന്നെന്തെന്നറിയാമോ? എനിക്കൊരു കാര്യം മനസ്സിലായി. ഓരോ തവണയും ഞാൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഒരു 5 ദിവസം എനിക്ക് ഫ്രീ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ വടക്കേ ഇന്ത്യക്ക് പോകും. അപ്പോൾ ഓരോ തവണയും ഞാൻ ബാഗും കെട്ടി ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈശോ എൻ്റെ കൂടെ നടന്ന് എടാ പൊന്നു മോനെ, നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ പാടുപെടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അത്രമാത്രം കർത്താവിൻ്റെ സ്നേഹം ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കാറുണ്ട്. I know for sure, when you believe in Jesus, God is pleased. നമ്മൾ ചെയ്യുന്ന വേറെ മലമറിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു പ്രവൃത്തിയും കാര്യമായിട്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി? To believe in His Son, Jesus Christ. Jesus, I trust in you. I trust. അയ്യോ, എനിക്കറിഞ്ഞൂടാ. എൻ്റെ ദൈവമേ, കർത്താവ് നമ്മുടെ കൂടെ വരും. വന്നിട്ട് എവറി മിനിറ്റ്, എവറി മൊമെൻറ്റ് ഗിവിങ് അഫർമേഷൻ, കൺഫർമേഷൻ ദാറ്റ് He is with us. എന്തെല്ലാം കരുതലാണ് തരുന്നതെന്നറിയാം. നമുക്ക് ജീവനോടെ നമ്മുടെ കൂടെ ഈശോ ഇങ്ങനെ നിൽക്കുന്നത്. എവറി മോമെൻറ്റ് we experience his concrete presence. And I am not able to communicate this verbally to you.
I am unable. My language is so insufficient to preach this to you. I am weak to express how intensely I feel His presence. I am not able to express. എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനാവാത്ത വിധം അത് അസാധ്യം, പറ്റാത്ത ഒരു കാര്യമാണ്. ബട്ട് I hope you understand my feeling. Believe in Jesus. Believe in Jesus. യേശുവിൽ വിശ്വസിക്കുക. ട്രസ്റ്റ്. കർത്താവായ യേശുവിൽ ഈശോയെ സ്നേഹിക്കുക. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഈശോയെക്കുറിച്ച് എല്ലാവരോടും പറയുക. യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഇവിടെയാണ് കർത്താവിൻ്റെ സ്നേഹം ഓരോ മൊമെൻറ്റിലും അനുഭവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ശക്തമായിട്ട് യേശുവിൽ വിശ്വസിക്കാൻ ഒരു കൃപ വെളിപ്പെടട്ടെ. നന്നായിട്ട് ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഹൃദയം തുറന്ന് ഹല്ലേലൂയാ. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ വിശ്വസിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മഹത്വം, ആരാധന, 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 ആരാധന. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഉറക്കെ 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 സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കരങ്ങളടിച്ച്. ഹെബ്രായ ലേഖനം തുറക്കുക, ബൈബിൾ തുറക്കുക. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഹീബ്രൂസ് 11:6. ഹെബ്രായർ 11:6. ഹീബ്രൂസ് 11:6 വായിക്കുക. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വായിച്ചേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ്. ഇംപോസിബിൾ. ദൈവം പ്രസാദിക്കില്ല. വേറെ എന്തെല്ലാം കാണിച്ചാലും ദൈവം പ്രസാദിക്കില്ല. ദൈവം പ്രസാദിക്കുന്നത് വിശ്വാസം എന്ന ആ വലിയ ദൈവത്തിൻ്റെ ആ കൃപയിലാണ് നമ്മൾ ആ വിശ്വാസം ഏറ്റെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാൻ ഇനി നമുക്ക് സമയമില്ല. ആകെ ഇനി 2-3 മണിക്കൂറല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഇന്നലത്തെ കാര്യങ്ങൾ മറന്നുപോയോ? വിശ്വാസം വരുന്നത് 3 വഴിയിലൂടെയാണ്. എന്തൊക്കെയാണത്? 1, വിശ്വാസം ഒരു ദാനമായി ലഭിക്കുന്നു. 2, വിശ്വാസം സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നു. 3, വിശ്വാസം തിരുവചനത്തിലൂടെ ലഭിക്കുന്നു. ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വചനത്തിലൂടെ ലഭിക്കുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം ഞാൻ പറഞ്ഞു. ഈ മറ്റ് മതങ്ങളിലെ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞായിരുന്നോ? അറിയാവോ? അത് മനസ്സിലായായിരുന്നോ? അപ്പോൾ എനിക്ക് ക്രിസ്ത്യൻ ഫെയ്ത്ത്, എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം കിട്ടണം. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിലുള്ള വിശ്വാസം കിട്ടണം. അപ്പോഴാണ് എനിക്ക് കുർബാന ഒരു അനുഭവമായിട്ട് മാറുന്നത്. എനിക്ക് കണ്ണുനീരോടെ കുർബാനയെ സംബന്ധിക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പോൾ അത് ആ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നേറ്റുമല്ലാമോ? കർത്താവായ ദൈവമേ, അപ്പസ്തോലന്മാരിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ കർത്താവേ ഞങ്ങളുടെ വിശ്വാസവും വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ആമേൻ. ഇനി അപ്പോൾ അതുകൊണ്ട് നമ്മളിനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇനി ഈ വിശ്വസിക്കുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട്, വിശ്വസിക്കുന്നതിന് മുമ്പായി ഒരു പ്രധാനപ്പെട്ട കാര്യം വചനം, സുവിശേഷങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. മത്തായി 3:2. മാത്യു 3:2 വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. മാനസാന്തരപ്പെടുവിൻ, റിപ്പന്റ്, for the kingdom of God, kingdom of heaven
ഹാസ് കം നിയർ. റിപ്പന്റ്, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിക്കുക. സ്നാപകയോഹന്നാൻ പ്രസംഗിക്കുകയാണ്. ഇനി 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. 4-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുക. മത്തായി 4:17. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തത് മാർക്ക് 1 എടുക്കുക. മാർക്ക് 1:15. മർക്കോസ് 1:15. മർക്കോസ് 1:15 വായിക്കാവോ? മർക്കോസ് 1:15. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് വായിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ ഈ ഭാഗത്തുള്ളവർക്ക്? എന്നാ വായിച്ചേ. മർക്കോസ് 1:15 വായിക്കേ. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിൻ്റെ റിക്വയർമെൻറ്റ്, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം എടുക്കുക. ലൂക്ക് 24:47. ലൂക്ക് 24:47. ലൂക്ക 24:47 വായിക്കാം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പ്രഘോഷണത്തിൻ്റെ വിഷയം പാപമോചനത്തിനുള്ള പാപമോചനത്തിനുള്ള അനുതാപം. അനുതാപം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം എടുക്കുക. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. ആക്ട്സ് 2:37 on. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ വായിക്കാമോ? ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. എന്ത് ചെയ്യണം? അതിനു മുമ്പ് പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാവോ? ഹല്ലേലൂയ. എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ എന്നെ ശ്രദ്ധിച്ചേ. അപ്പോൾ സുവിശേഷത്തിൽ ഈ വിശ്വസിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തിയെങ്കിൽ, ലിസൺ ടു മീ, വിശ്വസിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന പ്രവൃത്തിയെങ്കിൽ ആ വിശ്വസിക്കുന്നതിന് ആധാരമായും അടിസ്ഥാനമായും ഒരുക്കമായും സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നാണ്. അനുതപിച്ച്, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് അത് ക്രിസ്തീയ വിശ്വാസമായി മാറുന്നത്. ഞാൻ എന്നാ പറഞ്ഞേ? പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അത് ക്രിസ്ത്യൻ ഫെയ്ത്തായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് പാപങ്ങളെക്കുറിച്ച് അനുതപിക്കണം. പാപങ്ങളെക്കുറിച്ച് അനുതപിക്കണം. ഒരു വചനം എടുക്കാം. അതുകൊണ്ട് നമുക്ക് പാപങ്ങളെക്കുറിച്ച് അനുതപിക്കണം. അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോകാം. ഡ്യൂട്രോണമി 29. ഡ്യൂട്രോണമി 29. നിയമാവർത്തനം 29. നിയമാവർത്തനം 29 18 2-ാം ഭാഗം. അല്ലെങ്കിൽ ആദ്യം മുതൽ വായിച്ചോ. നിയമാവർത്തനം 29 18. വായിച്ചേ. ഇങ്ങനെ വായിക്കാനാണെങ്കിൽ നമുക്ക് നിർത്താം. നിങ്ങൾക്ക് നേരത്തെ പോവാം. ഇങ്ങോട്ട് നോക്കിക്കേ. ലിസൺ, ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഐ വിൽ സ്റ്റോപ്പ്. പിന്നെ വായിക്കാൻ തന്നെ എത്ര ബുദ്ധിമുട്ട്. ഇങ്ങനെ ഞരങ്ങരുതെന്ന് പറഞ്ഞില്ലേ? എടുത്ത് വായിക്കണം, ഉറക്കെ വായിക്കണം. ഞാൻ മനസ്സിലായി. കോംപ്രമൈസ് ഒന്നുമില്ല അതിനകത്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ. കർത്താവിൻ്റെ 2-ാം വരവ് വരെ അമേരിക്ക വന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. മനസ്സിലായോ? ഞാൻ അമേരിക്കയിലും ആന്ധ്രയിലും ഛത്തീസ്ഗഡിലും ഒറീസയിലും എല്ലാം ഒരുപോലെ സന്തോഷം അനുഭവിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകതയൊന്നുമില്ല.
അതുകൊണ്ട് കോംപ്രമൈസ് ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മര്യാദയ്ക്ക് വായിക്കണം. ഉള്ള കാര്യം പറഞ്ഞേക്കാം. വായിച്ചു. നിയമാവർത്തനം 29:18 വായിച്ചേ. അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ. അടുത്തത് ഉറക്കെ വായിക്കുക. കയ്പുള്ള വിഷബലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര്, കയ്പുള്ള വിഷബലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അതെന്താണ് കയ്പുള്ള വിഷബലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര്? അതെന്താണെന്നാണ് അടുത്ത് പറയുന്നത്. അടുത്തത് എന്താണത്? അങ്ങനെയുള്ളവൻ. എങ്ങനെയുള്ളവൻ? കയ്പുള്ള വിഷബലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് പോലെയുള്ളവൻ. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവൻ്റെ സ്വഭാവം പറയുകയാണ്. അങ്ങനെയുള്ളവൻ ആരാണത്? ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ. അടുത്തത് കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ. പ്ലീസ് സ്റ്റോപ്പ്. കുതിർന്നതും വരണ്ടതും ഒന്ന്, നനഞ്ഞതും ഉണങ്ങിയതും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഒന്നുപോലെ, എങ്ങനെ നടന്നാലും കുഴപ്പമില്ല എന്ന ഭാവത്തിൽ. നനഞ്ഞതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ വായിക്കാം. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. അതായത് ചില ആളുകളുടെ മനസ്സിൽ ഒരു കഠിനമായ ഒരു ദുശാഠ്യമുണ്ട്. ആ ദുശാഠ്യം എന്താണെന്നറിയാമോ? അതായത് തങ്ങൾ ജീവിക്കുന്നതെല്ലാം ശരിയായ രീതിയിലാണ്. അനുതാപമില്ലാത്ത ഹൃദയം, അനുതാപമില്ലാത്ത ദുഷ്ടഹൃദയം എന്നാണ് ബൈബിൾ അതിനെ വിളിക്കുന്നത്. അനുതാപമില്ലാത്ത ദുഷ്ടഹൃദയം എന്നാണ് അവിടെ തന്നെ കൈവച്ചിരിക്കണം. എന്നിട്ട് ഹെബ്രായ ലേഖനം 3 വരിക. ഈ നിയമാവർത്തനത്തിൽ ഒരു വിരൽ വെച്ചിരിക്കുക, ബാക്കി വിരൽ കൊണ്ട് ഇങ്ങനെ ഹെബ്രായറിൽ വരിക. ഓക്കെ, ഹെബ്രായർ 3 എടുത്തേ. ഹെബ്രായർ 3 അധ്യായത്തിൽ പറയുകയാണ്. 3 പറയുകയാണ് 12 വാക്യം. 3:12 വായിക്കാം. വായിച്ചേ. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശ്വാസമില്ലാത്ത ദുഷ്ടഹൃദയം. ആ വിശ്വാസം ഇല്ലാത്ത ദുഷ്ടഹൃദയം, അതാണ് ഹൃദയം കഠിനമാക്കുക. 15 വായിച്ചേ. 15 ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കാൻ പാടില്ല. വിശ്വാസമില്ലാത്ത ദുഷ്ടഹൃദയം. അപ്പോസ്തല പ്രവർത്തനം 28:26. ആക്ട്സ് 28:26. അപ്പോസ്തല പ്രവർത്തനം 28:26. അപ്പോസ്തല പ്രവർത്തനം 28:26 പറ. നീ പോയി ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കുമെന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണുമെന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരുടെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ പറയുന്നത്. അതായത് ഞാൻ എങ്ങനെ നടന്നാലും ദൈവം എന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന് അവർ പറയുന്ന ഉദാഹരണം മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ്. ചില അനുഗ്രഹങ്ങൾ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ടെററിസ്റ്റിനും ഈ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല സമ്പത്തുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ നല്ല വീട് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അമേരിക്കയിൽ 4 വീടുണ്ട്. എൻ്റെ മക്കളെല്ലാം നല്ല നിലയിലാണ്. എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എങ്ങനെ നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെ ചിന്തിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറേ ആളുകൾ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. ഞാൻ എങ്ങനെ നടന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം നിങ്ങൾ നോക്ക്, അവർ പറയുന്ന ആർഗ്യുമെൻ്റ് എന്താണ്? അവർ പറയുകയാണ്, നിങ്ങൾ നോക്കുക, ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലേ, അപ്പം ഞാൻ നന്നായിട്ട് നടന്നിട്ടല്ലേ. അവരുടെ ആർഗ്യുമെൻ്റാണ്. ദ ലൈൻ ഓഫ് ആർഗ്യുമെൻറ്റ് ദീസ് പീപ്പിൾ യൂസ് ഈസ് ലൈക്ക് ദിസ്. സി മൈ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. ഞാൻ അമേരിക്ക വന്നപ്പോൾ ഞാനാണ് ഇവിടെ ആദ്യം എത്തിയത്. അല്ലാതെ കണ്ടുപിടിച്ചത് ഞാനാണ്. കൊളംബസിൻ്റെ അനിയൻ്റെ മോനാണ് ഞാൻ അങ്ങനെ ഇവിടെ വന്നതാണ്. അങ്ങനെ വന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ എനിക്ക് നല്ല ജോലി കിട്ടി, എന്നെ ദൈവം അനുഗ്രഹിച്ചില്ലേ. ഞാൻ നല്ല 5 വീട് വാങ്ങിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലേ.
എനിക്ക് മോർഗേജ് ഒന്നുമില്ല, ലോണൊന്നുമില്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലേ, എൻ്റെ പിള്ളേരെല്ലാം പഠിച്ച് നല്ല നിലയിലായി, അവർക്കെല്ലാം നല്ല കുടുംബമായി സെറ്റിലായി, ദൈവം എന്നെ അനുഗ്രഹിച്ചില്ലേ, ഞാൻ എങ്ങനെ നടന്നാലും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഭാര്യയോട് പറയും, നീ അങ്ങ് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്കതിൻ്റെ ആവശ്യമില്ല, എന്നെ ദൈവം അല്ലാതെ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ മഠയന്മാർ എല്ലായിടത്തും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതിൽ എല്ലാ ലോക രാജ്യങ്ങളിലും ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ അബദ്ധ ബുദ്ധികളുണ്ട്. അവർ വിചാരിക്കുകയാണ് കുറേ അനുഗ്രഹം കിട്ടിയത്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒസാമ ബിൻ ലാദനും ഇങ്ങനെ പറഞ്ഞത്, സദ്ദാം ഹുസൈനും ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? പിന്നെ ഒരാളുണ്ടല്ലോ മറ്റേ കൊറിയയിലെ ആ പൊക്കമില്ലാത്തവൻ, എന്താണ് അവനും ഇങ്ങനെ പറയുന്നത്, എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അതായത് എല്ലാ തോന്നിയാസവും കാണിച്ചിട്ട് അവർ പറയുന്നത് ദൈവം ഞങ്ങളുടെ കൂടാണ്, ദൈവം ഞങ്ങളുടെ കൂടാണ്. This line of argument is foolishness. പറയാണ്, ഞാൻ എങ്ങനെ നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെ പറയുന്ന കുറേ ആളുകൾ എല്ലാ ഇടങ്ങളിലും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞ ഉടനെ ദൈവം അവരെ കിടത്തി അവർക്ക് ക്യാൻസർ കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ ദൈവം ഉടനെ അവരെ ഇടിച്ച് അവരുടെ തലയിൽ ഫ്ലാറ്റ് ഇടിഞ്ഞ് വീഴുമെന്നോ, അവർ പണിഞ്ഞ 5 വീടും അവരുടെ മേളിൽ വീണ്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അവരൊക്കെ അങ്ങനെ തന്നെ നിൽക്കും അവസാനം വരെ. മനസ്സിലായല്ലോ? അവരൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ. പക്ഷെ വചനം ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കുന്ന ഈ ആളുകളോട് കർത്താവ് പറയാണ്, കർത്താവ് അവനോടും അവളോടും ക്ഷമിക്കില്ല. എനിക്ക് ഈ മരിച്ചു കഴിഞ്ഞിട്ടൊരു ജീവിതം ഉണ്ടല്ലോ, അന്ന് ഈ ധനവാനെ പോലെ നരകത്തിൽ കിടന്ന്, ഈ നരകത്തിൽ കിടന്ന്, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, നരകം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോരുത്. നരകമുണ്ട്. ഞാനൊരു വാർഷിക ധ്യാനം കൂടുമായിരുന്നു. ഒരു വാർഷിക ധ്യാനം കൂടുമ്പോൾ അന്ന് അവിടെ ആ ധ്യാനത്തിന് അച്ഛൻ പ്രസംഗിച്ചത് അന്നത്തെ ക്ലാസ് നരകത്തെക്കുറിച്ചായിരുന്നു. ആ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തിരുന്ന ആൾ ആരെയോ വിളിച്ചിട്ട് പറയാണ്, എടിയേ നമ്മൾ വിചാരിച്ച പോലല്ല, നരകമുണ്ട് കേട്ടോ. ആരാന്നറിയില്ലേ, വിളിച്ചത് ആരെയെന്നറിയില്ല, ആരെയോ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, നരകമുണ്ട് എൻ്റെ അടുത്തിരിക്കാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, അറ്റ്ലാന്റയിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, നരകമുണ്ട് കേട്ടോ. നരകം കാണിച്ച് പേടിപ്പിക്കാൻ വന്നതൊന്നുമല്ല ഞാൻ. പക്ഷെ ഒരു കാര്യം അറിഞ്ഞോണം, നരകമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീമ്പിളക്കുമ്പോൾ ഒരു കാര്യം നേരത്തെ അറിഞ്ഞോണം, നരകമുണ്ട്. ആ നരകത്തിൽ നരകം എം ടി ആയിരിക്കത്തൊന്നുമില്ല, അത് നിങ്ങൾ അറിഞ്ഞോണം. നരകം എം ടി ആയിരിക്കത്തൊന്നുമില്ല. എല്ലാവരും സ്വർഗത്തിൽ പോവും എന്ന് പഠിപ്പിക്കുന്ന പാഷണ്ഡതയുടെ പേരാണ് യൂണിവേഴ്സലിസം. അത് പാഷണ്ഡതയാണ്. എല്ലാവരും അങ്ങനെ സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല ചേട്ടാ, ചേച്ചി, എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ദൂരം ഒരേ ദൂരമാണ്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. അതുകൊണ്ട് അമേരിക്കയിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കരുത്. എല്ലായിടത്തു നിന്നും ഒരു ദൂരമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്. നരകം എം ടി ഒന്നും ആയിരിക്കത്തില്ല. നരകത്തിൽ ആളുകളുണ്ടാവും. നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. അതായത് തനിക്ക് തെറ്റുണ്ടെന്ന് അംഗീകരിക്കാത്ത ആളുകൾ, തെറ്റുണ്ടെന്ന് സമ്മതിക്കാത്തവർ, എല്ലാം തികഞ്ഞവർ, പെർഫെക്റ്റ്, എല്ലാം അവരെ സംബന്ധിച്ച് എല്ലാം തികഞ്ഞവർ. അങ്ങനെയുള്ള മനുഷ്യരെന്ന് ചിന്തിക്കരുതെന്ന് പറയും. അങ്ങനെ ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര സുരക്ഷിതമല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ 2 ലക്ഷം രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ വരവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ യാത്ര സുരക്ഷിതമല്ല. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഒരു പാപവുമില്ല. നിങ്ങൾക്ക് ചൂടെടുക്കുന്നുണ്ടോ? അതോ എനിക്ക് മാത്രമേ ഉള്ളോ? ആ ശരി. നരകത്തിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് ചൂടല്ല, തണുത്ത വെള്ളം, വെറും തണുത്ത വെള്ളം. അപ്പോൾ
ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ എനിക്കൊരു കുഴപ്പമില്ലാന്ന് ചിന്തിച്ച് ഇങ്ങനെ ജീവിക്കരുത്. കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ എന്താ, ഒരു പാവവും ഇല്ല. കുമ്പസാരെ കൂട്ടി ചെന്നിട്ട് പറയുന്നത് എന്തെങ്കിലും ഉണ്ടേ അച്ഛനങ്ങ് ക്ഷമിച്ചേക്കാനാ. അച്ഛനാണ് അറിയാവുന്നത്. അയ്യോ അങ്ങനെ എന്നാ പാവമൊക്കെ ചെയ്യാനാ ഞങ്ങളങ്ങനെ വലിയ പാവമൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനങ്ങ് ക്ഷമിച്ചേര്. എനിക്ക് തോന്നിയിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ട് മറ്റേ യൂസഫിതാനെ മാറ്റിയിട്ട് അമ്മച്ചി അങ്ങോട്ട് കയറിയിരുന്നു. പുള്ളിക്ക് പിന്നെയും പാവം ഉണ്ടായിരുന്നു, അമ്മച്ചിക്ക് ഒന്നുമില്ലല്ലോ. പാവമില്ല, ഒരു പാവമില്ല. ഞാൻ ഒരു കൺഫെഷനെ സംബന്ധിച്ചൊരു പുസ്തകം ആരോ എനിക്ക് അയച്ചു തരികയോ കൊണ്ടുതരികയോ ചെയ്തു. ആ പുസ്തകം ഞാനിവിടെ വിനോദച്ചൻ്റെ അവിടെ ആ മുറിയിലിരിക്കുന്നുണ്ട്. നാളെ കൊണ്ടുവന്ന് കാണിക്കാം. ഇവിടെ ഉണ്ടത്, അച്ഛൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെനിക്ക് ആരോ അയച്ചു തന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആത്മശോധന ചെയ്ത് നന്നായിട്ട് കുമ്പസാരിക്കാമെന്ന് ഓർത്ത് അതിൻ്റെ ഓരോ പേജായിട്ട് വായിക്കുകയാണ്. മൊത്തം ഇപ്പോൾ 15 പേജേ വായിച്ചു കഴിഞ്ഞുള്ളൂ. അത്രേ വായിച്ചു കഴിഞ്ഞുള്ളൂ. 15 പേജ് വായിച്ചിട്ട് എഴുതിയതെല്ലാം കൂടെ ഇത്രയുണ്ട്. ഓരോ പേജിലും എഴുതിയിരിക്കുന്നതെല്ലാം എനിക്ക് ബാധകമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 3-4 പേജ് വായിച്ചിട്ട് അതെല്ലാം കൂടെ എഴുതിക്കൊണ്ട് കുമ്പസാരിക്കാൻ പോയി. അപ്പോൾ ഈ പേപ്പറെല്ലാം കണ്ടിട്ട് അച്ഛൻ പേപ്പറിലും നോക്കി, എന്നെ നോക്കി. ധ്യാനഗുരു മനസ്സിലായി. നമ്മൾ പാവമില്ലെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പാപമേ ഉള്ളൂ. എന്നിട്ട് ഒന്നുമില്ല പറയുമ്പോൾ ഒന്നുമില്ല പറയാം, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനങ്ങ് ക്ഷമിച്ചേര്. കർത്താവ് അവരോട് ക്ഷമിക്കുകയില്ല. വായിക്കാം. കർത്താവ് അവരോട് ക്ഷമിക്കുകയില്ല. കർത്താവിൻ്റെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ പതിക്കും. കർത്താവ് ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അവൻ്റെ പേര് തുടച്ചു മാറ്റും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവൻ നിത്യതയിലുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വർഗത്തിൽ ഉണ്ടാവില്ല. ബൈബിൾ പറയുകയാണ്. എനിക്ക് പാപമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരെണ്ണവും സ്വർഗത്തിലുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ഒരു പാപവുമില്ല, എനിക്ക് കുമ്പസാരിക്കാൻ ഒന്നുമില്ല. എല്ലാം കുമ്പസാരിക്കാൻ ഒന്നുമില്ല, കാരണം എനിക്കൊരു പാപവുമില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം ഇത് ഒരു കൂട്ടർ, ഇതാണ് പാപമില്ല എന്ന് പറയുന്നവർ. ഇനി രണ്ടാമത്തെ കൂട്ടര്, ലിസൺ. ആദവും ഹവ്വയും പാപം ചെയ്തു. ദൈവം പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത്. സാത്താൻ വന്നിട്ട് പറഞ്ഞു, ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവിടെ തിന്നരുത്, അങ്ങോട്ട് പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്നാ പറഞ്ഞേ? നിങ്ങൾ തിന്നരുത്, തിന്നാൽ മരിക്കും. സാത്താൻ പറഞ്ഞു മരിക്കില്ല. ദൈവം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായി സാത്താൻ പറഞ്ഞു, നിങ്ങൾ മരിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാവും. ദൈവത്തെ അവിശ്വസിക്കുകയും സാത്താനെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അയ്യേ അത് നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെ നിൽക്കുകയാണ്, ഹവ്വ ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ തിരിയല്ലേ അങ്ങനെ നിൽക്കുകയാണ്. മറ്റേ ഒരു കുഴപ്പമില്ലായിരുന്നു. വളരെ ഡീസൻ്റായിട്ട് ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് മൊത്തം നാണക്കേടാണ്. ഇങ്ങോട്ട് തിരിയാൻ വയ്യ, അയ്യോ സൂര്യൻ അസ്തമിച്ചായിരുന്നെങ്കിൽ എന്ന് പറയുക. അപ്പോൾ ആദം പറഞ്ഞു, എടി ഹവ്വയെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും? അയ്യോ കണ്ണു തുറക്കാൻ വയ്യ, അയ്യോ നാണക്കേട്, നാണക്കേട്. നീ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണേ. ലോക ചരിത്രത്തിൽ ആദ്യത്തെ കണ്ടുപിടുത്തം, ചിലർ പറയുന്നു ചക്രമാണ്, ചിലർ പറയുന്നു അഗ്നിയാണ്, ചിലർ പറയുന്നു ഫയറാണ്, ചിലർ പറയുന്നു വീലാണ്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ കണ്ടുപിടുത്തം സൂചിയും നൂലുമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഹവ്വ എന്ത് ചെയ്തു? കുറച്ച് ഇല പറക്കിയിട്ട് സൂചിയും നൂലും ഉണ്ടാക്കി ഒരു ഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് ആദം അത് ധരിച്ച്, ആദം ഇങ്ങനെ നിൽക്കുന്നു, ഹവ്വ ഫാഷൻ ഷോയ്ക്ക് നിൽക്കുന്ന പോലെ രണ്ടുപേരും നിൽക്കുകയാണ്, വളരെ ഡീസൻ്റായിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ട്, എൻ്റെ എങ്ങനെയുണ്ട്, കൊള്ളാം നന്നായിട്ടുണ്ട്.
അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് തങ്ങളുണ്ടാക്കി അത്തിയില കൊണ്ട് മനഞ്ഞുണ്ടാക്കിയ ഡ്രസ്സൊക്കെ ഇട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വൈകുന്നേരമായപ്പോൾ ഇതാ ദൈവം വരികയാണ്. ആദം ആദം എങ്ങനെയും ചേച്ചി ഒന്നുണ്ടെന്നല്ലോ. ആദം ആദം ഇപ്പം ഈ പാത്തിരിക്കുക മരത്തിൻ്റെ അടിയിൽ രണ്ടെണ്ണം ഇവിടെ ഉറുമ്പൊക്കെ കടിക്കുന്നുണ്ട്, എന്നാലും മാനേജ് ചെയ്ത് ഇലയല്ലേ, ഇലയുടെ ഡ്രസ്സല്ലേ, കൊട്ടുറുമ്പൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ മാനേജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേദനയൊക്കെ സഹിച്ചിരിക്കുകയാണ്. ആദം താവേ നീ എവിടാടാ? ഞാൻ പിന്നെ ഞാൻ മറ്റേ നഗ്നനായോണ്ട് പാത്തിരിക്കുവാ. നീ നഗ്നനാണെന്ന് നിന്നോട് യാര് ചൊല്ലിയാങ്കേ? നിന്നോട് ആര് പറഞ്ഞു? നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇനി ശ്രദ്ധിക്കണം. ദൈവം വന്നിട്ട് ചോദിക്കുകയാണ്, തിന്നരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ച മരത്തിൻ്റെ പഴം നീ തിന്നോ? വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടായിട്ടുണ്ട്. ഇത് തിന്നെന്ന് ദൈവത്തിന് ഓൾറെഡി അറിഞ്ഞൂടെ ബ്രദർ? അറിഞ്ഞിട്ടാണല്ലോ ഈ വരവ്, അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ വരവ്. അപ്പം തിന്നെന്ന് ഓൾറെഡി അറിയാം, പിന്നെന്തിനാണ് ഈ ഡ്രാമ? റയാൻ, പിന്നെന്തിനാണ് ഈ ഡ്രാമ? God already knows that they have committed this sin. So why asking this question now? Did you? No. Yes. Did you? തിന്നരുതെന്ന് പറഞ്ഞ മരത്തിൻ്റെ പഴം നീ തിന്നോ? ഉടനെ അപ്പം ചോദ്യം ഇതാണ്. എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഉത്തരം ഇത്രയേ ഉള്ളൂ. ലിസൺ. പാവം ദൈവം ഈ ആദത്തോടും ഹവ്വയോടും ഇൻഡയറക്റ്റായി പറയുകയാണ്, എടി മോളെ നിങ്ങൾ ഇങ്ങനെ പറ. എങ്ങനെ? കർത്താവേ തിന്നരുതെന്ന് നീ ഞങ്ങളോട് പറഞ്ഞ മരത്തിൻ്റെ പഴം ഞങ്ങൾ തിന്ന്. ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. ഹ്യൂമൻ ഹിസ്റ്ററി വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. കർത്താവേ ഞങ്ങൾ തിന്നുപോയി, കർത്താവേ തിന്നരുതെന്ന് നീ ഞങ്ങളോട് പറഞ്ഞ മരത്തിൻ്റെ പഴം ഞങ്ങൾ തിന്നുപോയി കർത്താവേ. അന്നേരമാണ് ഒന്നാമത്തേത് എനിക്ക് പാപമില്ല എന്ന് പറയുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടരാണ് ഞാനിപ്പോൾ പറയുന്നത്. രണ്ടാമത്തെ എന്തെന്നറിയോ? നീ തിന്നോ. മീശയൊക്കെ പിരിച്ച് ദൈവം നിൽക്കണം, നീ തിന്നോ. ഉടനെ ആദം പറയാണ്, ആണ്ട എനിക്കെന്ന് പറയണം. വേണ്ടാന്ന് 1000 തവണ ഞാൻ പറഞ്ഞാണ്. ഇടീ നമുക്കിത് വേണോ എന്ന് ഞാൻ ചോദിച്ചാണ്. നമ്മളിത് തിന്നാൽ എങ്ങനെയോ എന്ന് ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചാണ്. ആണ്ട നിൽക്കുന്നു. നീ എനിക്ക് തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. നിങ്ങളെന്നാലോചിക്കേ, ഇവിടെ ആരാണ് കൾപ്രിറ്റ്? ഇവിടെ ഈ ആദത്തിൻ്റെ സംസാരം അനുസരിച്ച് ഈ പാവം ചെയ്തതിൻ്റെ ഉത്തരവാദി ആരാ? ഹവ്വയല്ല, ദൈവം. ഇങ്ങനെ ഒരു ഇടങ്ങേറ് പിടിച്ച സാധനത്തെ നീ തന്നോണ്ടല്ലേ, ഇവള് തന്നോണ്ടല്ലേ ഞാൻ തിന്നത്. അപ്പൊ ഇത് തന്ന നീയല്ലേ ഇതിൻ്റെ കുറ്റക്കാരൻ. ദൈവം പോലും ബോധം കെട്ട് വീണാണ് ഇത് പറഞ്ഞിട്ട്. മനസ്സിലായി? ഇതാണ് മനുഷ്യൻ്റെ മനസ്സ്. കർത്താവ് പോലും തലയിറങ്ങി വീണാണ്. വെള്ളമൊക്കെ തടിച്ചാരി എഴുന്നേൽപ്പിച്ച കർത്താവിനെ. കാരണം എന്താ അറിയോ? ഇതുപോലെ ദൈവം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പറയുമെന്ന്. ഇതാണ് ഹ്യൂമൻ മൈൻഡ്. ലിസൺ ടു മീ. ഇതാണ് ഹ്യൂമൻ സൈക്കോളജി. ഒരിക്കലും നമ്മൾ ചെയ്ത തെറ്റ് സമ്മതിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കില്ല. മനസ്സ് എന്ത് ചെയ്യുന്നറിയാമോ? പാസ് ദ ബക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? പാസ് ദ ബക്ക്. ഷിഫ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റി ടു സം അതർ ഹെഡ്. വേറെ ആരുടെയെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കും. സമ്മതിക്കത്തില്ല. കുമ്പസാരത്തിന് പോകുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു, ചില ആളുകൾക്ക് പാപമേ ഇല്ല. രണ്ടാമത്തേത് പാപമുണ്ട്, പക്ഷെ അതിന് ഉത്തരവാദി അവരല്ല, വേറെ ആരോ എന്നെ കള്ളും കുടിച്ചിട്ട് വന്ന് എൻ്റെ അപ്പനെയും വല്യപ്പനെയും തള്ളയും വലിയ തള്ളയും എല്ലാം തെറി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങേരുടെ തലയിൽ ചൂടുവെള്ളം കോരി ഒഴിച്ചാ. നിന്നോട്
ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ ചൂടുവെള്ളം ഒഴിച്ചു. ചരിത്രം കാരണം ഒന്നും പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും അല്ലല്ലോ നിന്നോട് ചോദിച്ചേ. ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ മതി. അവൾ എന്നെ എന്ത് ചെയ്തു? എന്നെ എപ്പോഴും എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് എന്നെ റെസ്പെക്റ്റ് ചെയ്യാതെ എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് എന്നെ, അന്നേരം ഞാൻ അവളെ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. മനസ്സിലായോ? നീ ഇതൊന്നും പറയണ്ട, ഞാൻ എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കി. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഒരിക്കലും ലിസൺ ടു മീ, ഒരിക്കലും നമ്മൾ ചെയ്ത ഒരു തെറ്റിൻ്റെയും ഉത്തരവാദിത്വം ആരുടെയും തലയിൽ കെട്ടിവെക്കാതെ സത്യസന്ധമായിട്ട് ഇത് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ അല്ലേ? I confess to Almighty God and to you, my brothers and sisters, that I have greatly sinned in my thoughts, in my words, whatever I പിന്നെ my fault, my grievous fault. ഇത് മനസ്സിലായോ? മെയാ കുൾപ്പ, മെയാ മാക്സിമ കുൾപ്പ. മനസ്സിലായല്ലോ? അതായത് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. വേറെ ആരും ഇതിനകത്ത് ഉത്തരവാദിയല്ല. ദൈവമേ, എനിക്ക് ദ്രവ്യാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ മോഷ്ടിച്ചു, എനിക്ക് ആസക്തി ഉള്ളതുകൊണ്ട് ഞാൻ വ്യഭിചാരം ചെയ്തു, എനിക്ക് കോപം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ അടിച്ചു, ഞാൻ സെൽഫിഷ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരുടെ കാര്യം നോക്കിയില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് നടന്നുകൊണ്ട് ഞാനിങ്ങനെ ആൽക്കഹോൾ അഡിക്റ്റായിട്ട് ജീവിച്ചു, ഞാനൊരു നാർസിസിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും കരുതിയില്ല, ഞാനൊരു സാഡിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതുങ്ങളെല്ലാം എല്ലാ തരത്തിലും വേദനിപ്പിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. Accept the reality of your sin. Accept. This is I. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? സുവിശേഷത്തിൽ ഈശോ ഒരു കഥ പറഞ്ഞു. ചൊല്ലട്ടുമാ? സുവിശേഷത്തിൽ ഒരു കഥ പറഞ്ഞു. എന്താ കഥയെന്നറിയാമോ? 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാളൊരു പരിസയനും മറ്റേയാളൊരു പരിസയത്തിയും. ഭാര്യയും ഭർത്താവൂടെ പോയെന്നല്ല കർത്താവിൻ്റെ കഥ. ആരാണ്? ഒരുത്തൻ പറഞ്ഞ പോലെ ഈ ധൂർത്തപുത്രൻ്റെ കഥയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, ഇപ്പോൾ പിള്ളേർ പറഞ്ഞു പരിശുദ്ധാത്മാവുണ്ട്. പിന്നെ ധൂർത്തപുത്രനും മൂത്രപുത്രൻ, അങ്ങനെയും പറഞ്ഞു ഒരുത്തൻ. മൂത്തപുത്രൻ. പരിസയനും പരിസയത്തിയല്ല, പരിസയനും ആരാ? ലുങ്കിക്കാരനോ? പരിസയനും. ലിസൺ, അയ്യോ നിങ്ങൾക്ക് ബ്രേക്ക് തരേണ്ട സമയം കഴിഞ്ഞു, നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? എന്നാൽ ഇപ്പം തരാവേ, ഇത് കേട്ടിട്ട്. ലിസൺ, പരിസയനും ചുങ്കക്കാരനും. പരിസയൻ പള്ളി ചെന്നിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. കാരണം എന്താ? ഞാനൊരു നല്ലവനായിപ്പോയി. ഞാൻ ഇത്രയും നല്ലവനായി പോയതിന് ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. ഞാൻ 3 നേരം പ്രാർത്ഥിക്കുന്നു, 7 നേരം തലകുത്തിരിക്കുന്നു, പിന്നെ ദശാംശം കൊടുക്കുന്നു, പിന്നെന്താണ് പ്രാർത്ഥിക്കുന്നു, പിന്നെ പള്ളിയിൽ പോകുന്നു, സ്വോത്രകാഴ്ച ഇടുന്നു, മാതൃസമാജം പ്രസിഡൻ്റാണ്, പിന്നെ യൂത്ത് വിങ് ലീഡറാണ്, പള്ളി കമ്മിറ്റി അംഗമാണ്, പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്, വിൻസെൻ്റ് ഇപ്പോൾ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എനിക്കാണ്. പിന്നെ അങ്ങനെയൊക്കെ ഞാനൊരു വലിയ ആളായിപ്പോയി. എന്നെ ചെയ്യാനാണ്? ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, പോരാത്തതിന് ഈ പന്നനെ പോലെ അല്ല താനും, വേറൊരു പന്നനെ കൊണ്ടുവിടും, അവനെ പോലെ അല്ല ഞാൻ. നന്ദി പറയുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ്. ഭയങ്കര നല്ലവരല്ലേ നമ്മൾ? അയ്യോ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ഞാനൊരു വെളിപാട് പറയാം. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന് പുറത്തു വരണം. അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ലവരാണെന്ന വിചാരത്തിൽ നിന്നും പുറത്തു വരണം.
In order to experience the salvation through Jesus Christ, you need to come out from your sinfulness as well as your good works. കുറേ ഈ ചെപ്പടി വിദ്യകൾ കാണിച്ചിട്ടില്ലേ? അതുകൊണ്ടൊക്കെ ദൈവം പ്രസാദിക്കുന്നുള്ള ചിന്തയിൽ നിന്നും പുറത്തു വരണം. അയാൾ പറഞ്ഞു, നന്ദി പറയുന്നു. മൈൻഡ് ചെയ്തില്ല ദൈവം, മൈൻഡ് ചെയ്ത് പോലുമില്ല. അവിടെ നിന്ന് പറയട്ടെന്ന് ഓർത്ത്. കർത്താവിൻ്റെ ക്യാമറ ഫോക്കസ് ചെയ്തത് വേറൊരുത്തനെയാണ്. ക്യാമറ വേറൊരുത്തനെ, ഒരു ചുങ്കക്കാരൻ, പബ്ലിക്കൻ. ചങ്കത്തടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല, പാപിയാണ്, എന്നോട് കരുണ കാണിക്കണേ, പാപിയാണ്. സുവിശേഷത്തിലെ ഏറ്റവും റവല്യൂഷണറിയായ സ്റ്റേറ്റ്മെൻറ്റ് ഈശോയുടെ അധരത്തിൽ നിന്ന് പുറത്തു വന്നു. നിങ്ങൾ കേൾക്കുക, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പരിസയനേക്കാൾ ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. നമുക്ക് വേണ്ടത് ന്യായീകരണമല്ല, നീതീകരണമാണ്. നമുക്ക് വേണ്ടത് ന്യായീകരണമല്ല, നീതീകരണമാണ്. നമ്മൾ ന്യായീകരിക്കണ്ട, ദൈവം നീതീകരിച്ചോളും. അതുകൊണ്ട് ഉള്ളതുപോലെ പറയണം. വെള്ളം ചേർക്കരുത്, ഡൈല്യൂട്ട് ചെയ്യരുത്, വാട്ടർ ഡൗൺ ചെയ്യരുത്. ഉള്ളതുപോലെ, ദൈവമേ, ഇത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ഐ ആം എ സിന്നർ. ഞാൻ ആന്ധ്രാപ്രദേശിലെ ബാപ്പട്ല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയി. ബാപ്പട്ല, ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ അതിനടുത്ത് ഒരു വില്ലേജിലേക്ക് അവർ സിസ്റ്റേഴ്സ് എന്നെ കൊണ്ടുപോയി. അപ്പോൾ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരു തുറസായ സ്ഥലത്ത് ഒരു കസേര ഇട്ട് തന്നു, ഒരു പായൊക്കെ വിരിച്ച്. കുട്ടികളാണ് കൂടുതലും വന്നിരിക്കുന്നത്. കുട്ടികൾ അവിടെ ഇരുത്തി ഞങ്ങളിങ്ങനെ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസഹനീയമായ ദുർഗന്ധം, ഭയങ്കര നാറ്റം. എനിക്ക് മൂക്ക് പൊത്തണമെന്നുണ്ട്, പക്ഷെ മൂക്ക് പൊത്തിയ ഈ കുഞ്ഞുങ്ങൾക്ക് ഒഫൻസ് ആവുമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഭയങ്കര ദുർഗന്ധം. അപ്പോൾ ഇവരോട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് അവർക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, എൻ്റെ സിസ്റ്റർ എന്നാ സ്മെല്ലാണ് ഈ പിള്ളേർക്ക്? അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, അത് നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴേ കുളിക്കത്തുള്ളൂ. 2 കാരണങ്ങളാണ്. 1, വെള്ളമില്ല. 2, മാറി കൊടുക്കാനൊന്നുമില്ല. ഇപ്പം 2 ആഴ്ച കുളിക്കാത്ത കുട്ടികളുടെ ദുർഗന്ധം മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് ആത്മാക്കളുടെ അവസ്ഥ ഇതാണ്. വർഷങ്ങളായിട്ട് കുളിക്കാത്ത ആത്മാക്കൾ, ദുർഗന്ധമായിരിക്കും, ദുർഗന്ധം. മാലാഖമാരൊന്ന് 7 അയലത്തൂര് കാവൽമാലയൊക്കെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് കാണും. നാറ്റം, ആത്മാവിൽ മുഴുവൻ നാറ്റം. പാപം സമ്മതിക്കാതെ എല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതായത് അഴുക്കുണ്ട്. ശ്രദ്ധിക്കുക, നല്ല ഉദാഹരണമല്ല, അത്ര നല്ല പോളിഷ്ഡ് അല്ല. ചാണകം, കൗഡങ്. ചാണകം എടുത്ത് ഞാൻ ഇവിടെ വെച്ചിരിക്കുക, ഇതിനടിയിൽ വെച്ചിരിക്കുക ചാണകം. ഇവിടെ ഇതിനടിയിൽ ചാണകം എടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് അവിടെ ചേച്ചിയുടെ അടുത്തൊക്കെ വന്ന് എന്നോട് ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര നാറ്റം. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞ്, എൻ്റെ ചായ എന്നാ നാറ്റമായത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്നാൽ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് 2 കൈയും കഴുകി മുഖവും കഴുകിയിട്ട് തിരിച്ചു വന്നു. ഈ ചാണകം അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് പലരുടെയും കുമ്പസാരം കഴിഞ്ഞുള്ള അവസ്ഥ. ഈ ചാണകവും കൊണ്ട് നടക്കുകയാണ്. അത് കുമ്പസാരക്കൂട്ടിൽ അതൊന്നും കൊടുത്തിട്ടില്ല, കളഞ്ഞിട്ടില്ലത്. ഈ ചാണകം പാത്ത് വെച്ചിരിക്കുക. അച്ഛൻ എന്തെങ്കിലും തോന്നിയാലോ എന്നോർത്ത് ഈ ചാണകം പാത്ത് വെച്ചിരിക്കുകയാണ്. കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ എന്തെങ്കിലും തോന്നിയാലോ ഈ ചാണകത്തിൻ്റെ കാര്യം പറഞ്ഞാലേ. മനസ്സിലായോ? നല്ല കുമ്പസാരം നടത്തത്തില്ല, കള്ളക്കുമ്പസാരങ്ങൾ. ശ്രദ്ധിക്കുക, ഞാൻ വളരെ വിലപ്പെട്ടൊരു പാഠം അത് പറഞ്ഞിട്ട് വിടാം. നമ്മൾ വിശുദ്ധരായിരിക്കുന്നത് എങ്ങനെയാണ്? ലിസൺ. നമ്മൾ വിശുദ്ധരായിരിക്കുന്നത്, ഇപ്പം ഞാൻ പറയുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം ബ്രദർ? യുവർ നെയിം ചാക്കോച്ചൻ. ഞാൻ പറയുന്നു, ചാക്കോച്ചൻ ലുക്സ് വെരി നീറ്റ്.
ഞാൻ പറയുകയാണ്, ഉദാഹരണമാണ്, സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്. ഞാൻ പറയുകയാണ് ഞാൻ പറയുകയാണ് ചാക്കോച്ചൻ ഈസ് വെരി നീറ്റ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ഓ ചാക്കോച്ചൻ ഈസ് വെരി നീറ്റ്. എന്താണ്? ഇപ്പോൾ ഈ AC റൂമിനകത്തായിട്ട് പോലും വേർക്കുന്നുണ്ട്, ഞാൻ വേർക്കുന്നുണ്ട്, നിങ്ങളും വേർക്കുന്നുണ്ടാവും. പിന്നെ ഈ AC-ക്കകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ പോലും തുടച്ചാൽ അതിനകത്ത് എന്തുണ്ട്? പൊടിയുണ്ട്, ഡസ്റ്റുണ്ട്. പിന്നെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഈ കാറ്റടിക്കുമ്പോഴെല്ലാം ഡസ്റ്റ് ദേഹത്തെല്ലാം വരുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. നമ്മൾ വെളിയിലൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട് മുറിക്കകത്ത് കയറി മുഖം കഴിയാൽ ഈ ടാറ് വാട്ടയിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ്, കളർ ഇറങ്ങി വരുന്നത്. എൻ്റെ ഒന്നും ഒറിജിനൽ കളർ ഇതല്ല, ശരിക്കുള്ള കളർ ആയിട്ടില്ല. അപ്പോൾ ചാക്കോച്ചൻ നീറ്റായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പൊടിയില്ലാഞ്ഞിട്ടല്ല, അഴുക്കില്ലാഞ്ഞിട്ടല്ല, ചാക്കോച്ചൻ മാർക്കറ്റിൽ പോയപ്പോൾ അഴുക്ക് പിടിക്കാഞ്ഞിട്ടല്ല, പൊടിയും അഴുക്കുമുള്ള റോഡിലൂടെ സഞ്ചരിക്കാഞ്ഞിട്ടല്ല, ചാക്കോച്ചൻ്റെ ദേഹത്ത് അഴുക്ക് പറ്റാഞ്ഞിട്ടല്ല. ചാക്കോച്ചൻ നീറ്റായിരിക്കുന്നത് ചാക്കോച്ചൻ കുളിക്കുന്നത് കൊണ്ടാണ്. സെയിം ലോജിക്ക്. ഈ ലോകത്ത് പാവമില്ലാഞ്ഞിട്ടല്ല, നമ്മളിൽ പാവം പറ്റാഞ്ഞിട്ടല്ല, നമ്മുടെ അകത്ത് പാവം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ ചിന്തയിൽ ഓർമ്മയിലൊന്നും പാവം വരാഞ്ഞിട്ടല്ല. നമ്മൾ ഹോളിയായി കാണപ്പെടുന്നത് കുംഭസാരമെന്ന കുളി നടത്തുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ കുളിക്കാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഹോളിയായിട്ട് ജീവിക്കണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. പാവം, നമ്മുടെ അകത്ത് പാവം ഉണ്ടോ? ഇപ്പം ഞാൻ ഈ എന്ത് പോയോ? ആ പ്രൊജക്ടർ ഇല്ലേ? അല്ല, ഈ സ്ക്രീനില്ലല്ലേ, ഭിത്തിയിലാണോ കാണിക്കുന്നത്? ഇപ്പോൾ ആ ഭിത്തിയിൽ എന്ത് ചെയ്യുക? ഞാൻ ഇവിടുന്ന് ഒരു വയറ് ഘടിപ്പിച്ച് ഇങ്ങനെ വിടുകയാണ്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കാൻ വേണ്ട പിന്നെ പറയാം. പിന്നെ ഒരു വയറ് ഘടിപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ ബ്രെയിനിൽ നിന്ന് ഒരു വയർ ഇങ്ങനെ ഘടിപ്പിച്ച് അതിൻ്റെ അങ്ങോട്ട് കാണിച്ചിരിക്കുകയാണ്. ഇപ്പം അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം എൻ്റെ തലയിൽ കൂടെ പോകുന്ന എല്ലാ ചിന്തകളും അവിടെ ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്ത് വിനോദച്ചനും ഞാനും മാത്രമേ കാണത്തുള്ളൂ. വിനോദച്ചൻ 20ാമത്തെ മിനിറ്റ് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഒരാൾ പോലും ഇവിടെ ഇരിക്കില്ല. കാരണം എന്താ? മനസ്സിലല്ല, എൻ്റെ തലയിൽ കൂടെ പോകുന്ന ചിന്തകളെല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെയാണ് പറഞ്ഞതെങ്കിലും ഉദ്ദേശിച്ചത് നിങ്ങളെയാണ്. മനസ്സിലായല്ലോ? അതായത് ചേച്ചി ഇങ്ങനെ തലകുലുക്കി എന്നെ പറഞ്ഞപ്പോഴേ ട്രൂ 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 ചേച്ചി, ഞാൻ ചേച്ചിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് വി അൺഹോളി, അൺവർത്തി, wretched, miserable human being, unworthy to the core. Accept. ഇത് അംഗീകരിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ആദം പറഞ്ഞു, ഈ സ്ത്രീയോട് പറഞ്ഞു, ഈ പന്ന പാമ്പ്, പാസ് ദ ബക്ക്. നോ, ആക്സെപ്റ്റ്, ഐ എം എ സിന്നർ. താവേ, സുവിശേഷം പറയുന്നതേ ഉള്ളൂ, മഹാഭാവിയാണ്. ആക്സെപ്റ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 28:13. പ്രോവേർബ്സ് 28:13. സുഭാഷിതങ്ങൾ 28:13. സുഭാഷിതങ്ങൾ 28:13. ഉറക്കെ വായിക്കാം. സുഭാഷിതങ്ങൾ 28:13. ഉച്ചത്തി വായിക്കാം. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒന്നുകൂടെ വായിക്കാം. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് no one who conceals transgressions will prosper, but one who confess and forsake them will obtain mercy. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഉറക്കെ വായിക്കാമോ? തെറ്റുകൾ മറച്ചു വെക്കുന്നവൻ, മറിച്ചു വെക്കുകയല്ല, മറച്ചു വെക്കുക. വായിക്കേ. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇനി അടുത്തത് സങ്കീർത്തനങ്ങൾ 32. സാംസ് 32. സങ്കീർത്തനങ്ങൾ 32:1 മുതൽ.
സാംസ് 32 വായിക്കാം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. പാപം മോചിക്കപ്പെട്ട മനുഷ്യൻ ഭാഗ്യവാനാണ്, ബ്ലസ്സഡാണ്, ബ്ലസ്സഡ്. അതിക്രമങ്ങൾക്ക് മാപ്പും, ഹാപ്പി ആർ ദോസ് ഹൂസ് ട്രാൻസ്ഗ്രഷൻസ് ആർ ഫൊർഗിവൺ, ഹൂസ് സിൻ ഈസ് കവേർഡ്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രത്യേകിച്ച് പിശാചിന് നമുക്ക് നമ്മുടെ മേൽ ഒരോ അവകാശവും ഇല്ല. അതാണ് ഈ പറയുന്നത്. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും. വഞ്ചന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പാപം വെച്ചിട്ട് പാപം സമ്മതിക്കാതിരിക്കുക. അതാണ് ആ കാപട്യം, ഗൈൽ, ആ ഡിസപ്ഷൻ, ഹിപ്പോക്രസി. അതാണത്. ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ, അല്ലേ? അപ്പോൾ വായിച്ച്, കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. 3, ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ, ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ, when I was not ready to confess my sins, ഏറ്റു പറയാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം. ലിസൺ, ഡീറ്റെയിൽസ് പറയാൻ നേരമില്ല, ഒരു വാചകം മാത്രം പറയാം, എക്സ്പ്ലനേഷന് സമയമില്ല. അതായത് സിൻ ഈസ് നോട്ട് എ സൈക്കോളജിക്കൽ പ്രോബ്ലം, സിൻ ഈസ് ആൻ എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ. സിൻ ഈസ് നോട്ട് എ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമുക്ക് പാപം ചെയ്യുമ്പോൾ നമുക്ക് പാപത്തിൻ്റെ ഫലമായിട്ട് കുറച്ച് മാനസിക പ്രയാസം മാത്രമല്ല ഉണ്ടാവുന്നത്, എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അസ്തിത്വ പ്രശ്നമാണ് പാപം. വിശദീകരിക്കാൻ നേരമില്ല എനിക്ക്, കുറച്ച് സമയം വേണം പറയണമെങ്കിൽ. സോ പാപം എടുത്തു മാറ്റുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? പീസ്. പീസ്. ഈശോ, ലിസൺ ടു ദിസ്. ഈശോ ജോൺ 20 വായിക്കണ്ട. ജോൺ 20 കർത്താവ് ഈ റിസറക്ഷൻ സൺഡേയുടെ ഈവനിങ്ങിൽ, ഉത്ഥാനത്തിൻ്റെ ഞായറാഴ്ച വൈകുന്നേരം ശിഷ്യന്മാർ കതകടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ വന്ന് നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു. രണ്ടാമത് വീണ്ടും പറയും, നിങ്ങൾക്ക് സമാധാനം. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും യേശു ലോകത്തോട് പറഞ്ഞിട്ടില്ല, റിസീവ് മൈ പീസ്, നിങ്ങൾക്ക് സമാധാനം, ടേക്ക് പീസ് ഫ്രം മീ. ആ അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അത് ഉത്ഥാനത്തിന് ശേഷമുള്ള കാര്യത്തിൻ്റെ പ്രോമിസാണ്. അപ്പോൾ അതായത് റിസറക്ഷന് മുമ്പ് ഈശോ ഒരിക്കൽ പോലും പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണത്? പാപത്തിൽ കിടക്കുന്ന ഒരു ലോകത്തിന് സമാധാനം സ്വീകരിക്കാനുള്ള കഴിവില്ല. യേശു പാപത്തിന് കുരിശിൽ പരിഹാരം ചെയ്തതിന് ശേഷം, പാപമെന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്ത് സോൾവ് ചെയ്തതിന് ശേഷം ലോകത്തോട് പറയുകയാണ്, നൗ ദ ടൈം ഈസ് റെഡി, റിസീവ് ദ പീസ്. ടൈം ഈസ് അപ്പ്, റിസീവ് ദ പീസ്. ഇപ്പോൾ സ്വീകരിക്കാം. കാരണം എന്താ അറിയാം? വെൻ യു ആർ ഇൻ സിൻ യു ഡോണ്ട് ഹാവ് പീസ്. വെൻ യു ആർ ഇൻ സിൻ you cannot experience peace because sin is an existential issue, existential struggle. അപ്പോൾ അതുകൊണ്ട് എന്താണ് കർത്താവ് കുറ്റം? ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ട്വേർഡ് ക്രൈ അല്ല. ദാറ്റ് ഈസ് ആൻ ഇന്റേണൽ ആഗണി, ആൻ ആഗണി ഇൻസൈഡ്. ആത്മാവിലെ ഒരു വല്ലായ്മയാണ്, വിഷമമാണ്, വേവലാതിയാണത്. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്ത് ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശരീരം വരണ്ടുപോയി. 5, എൻ്റെ പാപം. സാംസ് 32:5, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ പാപം ചുമന്നുകൊണ്ട് നടക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഇന്റേണൽ ആഗണിയിലാണ്. വി ആർ സ്ട്രഗിളിങ് ഇൻസൈഡ്, ഇൻ ദ കോർ ഓഫ് അവർ ബീയിങ് വി ആർ സ്ട്രഗിളിങ് ഇൻസൈഡ്. കാരണം വി ആർ ആഗണൈസ്ഡ്. നമ്മൾ വേദന തിന്നുകൊണ്ട് നടക്കുകയാണ്. വി ഡോണ്ട് ഹാവ് പീസ്. നല്ല സമാധാനം, ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്ന് കിടക്കാം. നല്ല സമാധാനം എപ്പോഴാണത്? പീസ് എപ്പോഴാണത്? വെൻ യു കൺഫസ്. എനിക്ക് ഇന്ന് ഒരു മെസ്സേജ് വന്നു.
എനിക്ക് ഒരു കുട്ടി അയച്ചിരിക്കുകയാണ്, ഐ എം ഫ്ലോട്ടിങ്, ഞാൻ പറന്ന് കിടക്കുകയാണ്. വൈ? ഒരു 2.5 കൊല്ലത്തിന് ശേഷം ഞാൻ ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂർ എടുത്ത് ഇന്ന് നന്നായിട്ട് കുമ്പസാരിച്ചു. ഐ എം ഫ്ലോട്ടിങ്. വാട്ട് ഹാപ്പൻസ്? ഇത് ഈ ശരി, ഇടയ്ക്കിടയ്ക്ക് കൂടെ എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നു, ഞാൻ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരുന്ന ആളാ പറയുകയാണ്, ഐ മെയ്ഡ് മൈ ബെസ്റ്റ് കൺഫെഷൻ 2.5 hours എടുത്തിട്ടാണ് ഞാൻ കുമ്പസാരിച്ചത്. എനിക്ക് ഐ എം ഫ്ലോട്ടിങ്, ഞാൻ പറക്കുകയാണ്, ഞാൻ പൊങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെ. Peace. Do you want that peace? Make a very good confession. ചുമ്മാ അതും പോയി പറഞ്ഞിട്ട് വരാതെ അഡ്രസ് യുവർ റിയൽ ഇഷ്യൂ. ഹു ആം ഐ? വാട്ട് ഈസ് മൈ ഇഷ്യൂ? എൻ്റെ പ്രശ്നം എന്താ? എൻ്റെ പ്രോബ്ലം എന്താ? ദിസ് ഈസ് മൈ പ്രോബ്ലം. അഡ്രസ് ഇറ്റ്, ആക്സെപ്റ്റ് ഇറ്റ്, കൺഫസ് ഇറ്റ്. അപ്പോൾ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. First John chapter 1 verse 7 onwards. 1 യോഹന്നാൻ 1:7 മുതൽ, വേഗം വായിക്ക്. 1 യോഹന്നാൻ 1:7 മുതൽ, 1 യോഹന്നാൻ 1:7 മുതൽ വായിക്കാമോ? അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും. ലിസൺ, ഓരോ വാചകവും മനസ്സിലാക്കി പോകണം. അവിടുന്ന് പ്രകാശത്തിലാണ്. ആര്? ദൈവം പ്രകാശത്തിലാണ്, അല്ലേ? വാക്ക് ഇൻ ദ ലൈറ്റ് ആസ് ഹി ഹിംസെൽഫ് ഈസ് ദ ലൈറ്റ്. ഹി ഹിംസെൽഫ് ഈസ് ദ ലൈറ്റ്. ദൈവം പ്രകാശത്തിലാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. ഹി ഈസ് ലൈറ്റ്. അവിടുന്ന് പ്രകാശമാണ്. അതുകൊണ്ട് ആ പ്രകാശമായ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ നമ്മളും എന്തായിരിക്കണം? പ്രകാശത്തിലായിരിക്കണം. നമ്മളിൽ ഡാർക്ക്നെസ്, സിന്നിൻ്റെ ഡാർക്ക്നെസ് ഉണ്ടാകരുത്. വി ഷുഡ് ബി walking in the light. We should walk in the light because he is light. അതാണ് പറയുന്നത്. Okay, if we walk in the light as he is in the light, we have fellowship with one another, and the blood of Jesus, his son, cleanses us from all sin. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ പുത്രൻ്റെ രക്തം നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ, വായിക്കേ, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അടുത്ത വാക്യം കാണിക്കാവോ? നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. നെക്സ്റ്റ് വേഴ്സ്, ഇംഗ്ലീഷ്. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അതെന്താവും? ആത്മവഞ്ചനയാകും. സെൽഫ് ഡിസപ്ഷൻ. നമുക്ക് പാപമില്ലെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ, മനസ്സിലായി? If we say that we have no sin, we deceive ourselves and the truth is not in us. എന്നാൽ when we confess our sins, നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ നീതികളിൽ നിന്നും നമ്മെ അവിടുന്ന് ശുദ്ധീകരിക്കും. അതുകൊണ്ട് ആരും പറയരുത് എനിക്ക് പാപമില്ല എന്ന് പറയരുത്. പറഞ്ഞാൽ അതെന്താണ്? ആത്മവഞ്ചന, സെൽഫ് ഡിസപ്ഷൻ. വി ആർ ഡിസീവിങ് അവർ സെൽസ്. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിൽ എന്തില്ല? ട്രൂത്ത് ഇല്ല, സത്യമില്ല. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പറയാവോ ഹല്ലേലൂയാ? പറയാവോ ഹല്ലേലൂയാ? യേശുവേ നന്ദി. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിലപ്പെട്ട കൂദാശയെ നമ്മൾ ഗൗരവമായി കാണണം. അതായത് ചാൾസ് റിപ്പേർജർ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്, കാത്തലിക് എക്സോർസിസ്റ്റാണ്. ഈ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇൻ സം 99 cases, ലിസൺ ടു ദിസ്, in some 99% of the cases, in some 99 cases, a good confession will do good than an exorcism. മനസ്സിലായി എന്താ പറഞ്ഞത്?
എ ഗുഡ് കൺഫെഷൻ വിൽ ഡു മോർ ഗുഡ് ദാൻ ആൻ എക്സോർസിസം. അതായത് എക്സോർസിസ്റ്റ്, പിശാചിനെ ബഹിഷ്കരിക്കുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക എക്സോർസിസ്റ്റുകൾ ഒരാളായ ഈ അച്ഛൻ പറയുകയാണ്, ഏതാണ്ട് 99% ഓഫ് കേസസിലും എക്സോർസിസം വേണ്ടാന്ന്, പിന്നെ എന്ത് മതിയെന്ന്, നല്ലൊരു കുമ്പസാരത്തിന് ഒരുക്കി വിട്ടാൽ മതിയെന്ന്. So in some 99% of cases, a good confession will do more good than an exorcism. അപ്പോൾ ഒരു നല്ല കുമ്പസാരത്തിന് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കൽ കുമ്പസാരിച്ചവരും ഇനി കുമ്പസാരിക്കാത്തവരും എല്ലാം ശ്രദ്ധിക്കണം. നമുക്കൊരു നല്ല കുമ്പസാരത്തിന് റെഡിയാവണം. നന്നായിട്ട് എഴുതി തയ്യാറാക്കി എല്ലാം ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവൻ, നമ്മുടെ ആ ഡാർക്ക് റിയാലിറ്റികളെ മുഴുവൻ അതുപോലെ തുറന്ന് ഏറ്റു പറയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. കർത്താവ് പറയുകയാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തൊരു വലിയ ഒരു വാക്കുണ്ട്, സാക്രമെൻ്റൽ ഗ്രേസ്. പറയാവോ എന്താണ് ആ വാക്ക്? സാക്രമെൻ്റൽ ഗ്രേസ്. സാക്രമെൻ്റൽ ഗ്രേസ്, കൗദാശിക കൃപാവരം. നമ്മളെപ്പോഴും കൃപയിലായിരിക്കണം. കൃപയിലായിരുന്ന ഒരു ഗുണം എന്തെന്നറിയാമോ? ജ്ഞാനം 5:19, വിശുദ്ധി അജയ്യമായ പരിചയമാണ്. നമ്മൾ കൃപയിലായിരുന്നാൽ നമുക്ക് ഭയങ്കര പ്രൊട്ടക്ഷനാണത്. വിശുദ്ധി അജയ്യമായ പരിചയമാണ്. എപ്പോഴും നമ്മൾ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വാഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് കൺഫെഷൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഹോളിനെസ് ഈസ് ആൻ ഇൻവിൻസിബിൾ ഷീൽഡ്. ഐ വിൽ മേക്ക് ഹോളിനെസ് ആൻ ഇൻവിൻസിബിൾ ഷീൽഡ്. ജ്ഞാനം 5:19, വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പാപങ്ങളെല്ലാം സത്യസന്ധമായി തുറന്നു പറയാൻ തയ്യാറാവണം എന്നുള്ള വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്.